السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അൽഹംദുലില്ലാ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 179 നിർത്തിയത് അല്ലേ. ഇൻഷാ അല്ലാഹ് ഇന്ന് 180, 81, 82 മൂന്നും ചെറിയ ആയത്തുകളാണ്. അപ്പം നമ്മളിനി ഒരുപാട് നിയമവശങ്ങളൊക്കെ കാണാനുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, ഫിഖ്ഹിയായ കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങളുടെ മനസ്സിൽ ഇപ്പം എൻ്റെയും നിങ്ങളെയൊക്കെ മനസ്സിൽ കുറേ മുൻവിധികൾ ഉണ്ടാവും. പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് കുറേയൊക്കെ അറിയാം അല്ലേ. കാരണം നമുക്ക് സുബ്ഹാനല്ലാഹ് നമുക്ക് ജീവിക്കാൻ വേണ്ടി ഇതൊക്കെ അറിയേണ്ട ആവശ്യമുണ്ട്. അത് നമ്മൾ കുറേയൊക്കെ അറിഞ്ഞു വെച്ചിട്ടുമുണ്ട്. പക്ഷേ നമ്മുടെ ഈ അറിവുകൾ ചിലപ്പം ചിലർക്ക് മാഷാഅല്ലാഹ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള അറിവുണ്ടാവാം. ചിലർക്ക് തെറ്റായ അറിവുകൾ ഉണ്ടാവാം. ചിലർക്ക് പകുതി അറിയായിരിക്കാം അല്ലെ. ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അറിയാം. ആ ഒരു മുൻവിധിനെ തൽക്കാലം, അങ്ങനെയുള്ള അറിവുകൾ തൽക്കാലം മാറ്റിവെച്ചിട്ട് നമുക്കൊന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് കേൾക്കാൻ ശ്രമിക്കുക, ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു മുൻവിധി വെച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പം നമ്മൾ പറയുന്നതൊക്കെ അതിലേക്ക് എത്താത്തത് എന്താന്ന് ചിന്തിക്കുള്ളൂ. എൻ്റെ ആ അറിവിലേക്ക് എന്താ എത്താത്തത്. അപ്പോൾ ഒരു പക്ഷെ നമ്മൾ ക്ലാസ്സിൽ പറയുന്ന പല പോയിന്റ്സും നമുക്ക് മിസ്സായി പോകും. അപ്പോൾ ഒന്നും അറിയില്ലാന്ന് ആക്ട് ചെയ്തുകൊണ്ടെങ്കിലും സുബ്ഹാനല്ലാഹ് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് നല്ല ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ആവും അത് ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പം അറിയാത്ത പോലെ ആക്ട് ചെയ്യുക ഇൻഷാ അല്ലാഹ്. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം 180 ആയത്ത്. കുതിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗതു ഇൻ തറക ഖൈറൻ الوصية للوالدين والأقربين بالمعروف حقا على المتقين. നിങ്ങളിൽ ആർക്കെങ്കിലും മരണം ആസന്നമാകുമ്പോൾ അയാൾ ധനം വിട്ടുപോകുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും വേണ്ടി ന്യായപ്രകാരം വസിയ്യത്ത് ചെയ്യുവാൻ നിങ്ങൾ നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. സൂക്ഷ്മത പുലർത്തുന്നവർക്ക് ഒരു കടമയത്രേ അത്. വാക്കർത്ഥം നോക്കാം. കുതിബ നിയമമാക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടു അല്ലെ. നിങ്ങളുടെ മേൽ എഴുതപ്പെട്ടിരിക്കുന്നു, നിർബന്ധമാക്കിയിരിക്കുന്നു. അലൈക്കും നിങ്ങളുടെ മേൽ. കുതിബ അല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞാലാണ് ഈ നിർബന്ധമാവുന്നതെന്ന് നമ്മൾ കണ്ടു അല്ലെ. കുതിബ അല പ്ലസ് കും നിങ്ങളുടെ, അലൈക്കും. ഇത് ഹദറ ഹാജരായൽ, ഹദറ ഹ ദോദ് റോ. അഹദകും നിങ്ങളിൽ ഒരാൾക്ക്. ഓക്കെ, അഹദ് പ്ലസ് കും ഒരാൾ, അഹദ് ഒരാൾ, കും നിങ്ങൾ. അപ്പൊ നിങ്ങളിൽ ഒരാൾ ഹാജരായാൽ അൽ മൗത്ത് മരണം. ഓക്കെ, നിങ്ങളിൽ ഒരാൾക്ക് മരണം ഹാജരായാൽ, മരണം നിങ്ങളുടെ അടുത്തെത്തിയാൽ ഇൻ തറക്ക അവൻ വിട്ടേക്കുമെങ്കിൽ, തറക്ക ത റോ കാഫ്, ഖൈറൻ വല്ല ഗുണവും. ഖൈറിന്റെ അർത്ഥമൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് തഫ്സീറിൽ കാണാം. അൽ വസിയ്യത്തു വസിയ്യത്ത് ചെയ്യൽ, വാവ് സ്വാദ് യ. ലിൽ വാലിദൈനി മാതാപിതാക്കൾക്ക്, വാവ് ലാം ദാൽ. വൽ അഖ്റബീന അടുത്ത ബന്ധുക്കൾക്കും, ഖാഫ് റോ ബ. ഓക്കെ, ബിൽ മഅറൂഫി മര്യാദ അനുസരിച്ച്. മഅറൂഫിന്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായിട്ട് കണ്ടത് അല്ലെ. ഹഖൻ കടമയായ നിലയിൽ, അലൽ മുത്തഖീൻ മുത്തഖികൾക്ക്. തഫ്സീർ നോക്കാം. കുതിബ അലൈക്കും നിങ്ങളുടെ മേൽ എഴുതപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത്? ഇത് അഹദുകുമുൽ മൗത്ത്, ആരെങ്കിലും നിങ്ങളിൽ ഒരാൾക്ക് എന്താണ് മരണം ആസന്നമായാൽ, മരണം നിങ്ങളുടെ അടുത്തേക്ക് എത്തിയാൽ. ഹദറ നമുക്ക് ഹാജർ നമ്മൾ പറയാറുണ്ട് അല്ലെ. അതിൽ നിന്ന് വന്നതാണ്, ഹദറയിൽ നിന്ന് വന്നതാണ് ഈ നമ്മൾ മലയാളത്തിൽ പറയുന്ന ഹാജർ. ഹ ദോദ് റ, ഹുദൂർ പ്രസന്റ് ആയിരിക്കാം, അവിടെ ഉണ്ടായിരിക്കാം ആ അവസരത്തിൽ. നമ്മൾ മുമ്പും ഈ ഒരു വാക്ക് കണ്ടിട്ടുണ്ട് അല്ലെ. ഇതാ ഹദറ യാക്കൂബ് അൽ മൗത്ത്, യാക്കൂബ് അലൈഹി ഇസ്ലാമിന് മരണം അപ്രോച്ച് ചെയ്തപ്പോ അല്ലെ. യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിലേക്ക് മരണം വന്നപ്പോ. അപ്പം നിങ്ങളുടെ ആരുടെങ്കിലും അടുത്തേക്ക് മരണം എത്തുമ്പോൾ, അല്ലെങ്കിൽ മരണത്തിന്റെ അടയാളങ്ങൾ വന്നു കഴിഞ്ഞാൽ,
അതായത് ഒരു വ്യക്തി ഇപ്പൊ മരിക്കാറായി അല്ലെങ്കിൽ മരിക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് ഉദാഹരണങ്ങൾ അല്ലെ. ഒരാൾ ഭയങ്കര സീരിയസ് ആയിട്ട് എന്തോ രോഗത്തിലാണ്, കുറെ മാസങ്ങളായിട്ട് ഹോസ്പിറ്റലിലാണ്, ഡോക്ടേഴ്സ് പറയാണ് ഇല്ല എന്റെ രക്ഷയില്ല, ക്യാൻസർ എല്ലാ ഭാഗത്തും എത്തി, ഇനി ഇതിനൊരു ട്രീറ്റ്മെന്റ് ഒന്നുമില്ല, നിങ്ങൾ സജ്ജീകരണത്തോടും കൂടി വീട്ടിലേക്ക് പോയിക്കോ. ബേസിക്കലി നിങ്ങൾ മരണത്തിനെ വെയിറ്റ് ചെയ്യേ അല്ലേ. അപ്പം ആ ഒരാളുടെ മരണം ഇതാ ഇവിടെ അടുത്തെത്തി എന്നുള്ളത് തെളിഞ്ഞു. അതുപോലെ എന്തെങ്കിലും ഒരു അപകടങ്ങളിൽ ഇപ്പൊ ഒരു ബിൽഡിംഗ് ഒക്കെ വീണിട്ട് അതിന്റെ അടിയിലൊക്കെ പെട്ടുപോയി, പലരും രക്ഷപ്പെടുന്നുണ്ട്, പക്ഷെ ജീവൻ ബാക്കിയുണ്ട്, പക്ഷെ രക്ഷപ്പെടാൻ പറ്റൂല എന്നുള്ള സാഹചര്യം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ഒരു നൂലേഴ ഇതിൽ ഇങ്ങനെ ജീവിക്കോ മരിക്കോ എന്ന് അറിയാതെ നിൽക്കുന്ന അങ്ങനെയുള്ള സാഹചര്യങ്ങൾ. അപ്പം ഇതുപോലെ മരണമാസന്നമായ സന്ദർഭങ്ങൾ ചില സമയങ്ങളിൽ സുബ്ഹാനല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആയുസ് നീട്ടിക്കൊടുക്കാം അല്ലെ. ചില സമയങ്ങളിൽ അവർ മരിച്ചു പോകും, അല്ലാഹു അഅലം. അപ്പം ഇതുപോലെ മരണമാസന്നമായിരിക്കുന്ന സമയം ഇദാ ഹദറ അഹദുകുമുൽ മൗത്ത്, മരണത്തിന്റെ അടയാളങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മേല് എന്തോ ഒന്ന് നിർബന്ധമാണെന്ന് പറയുന്നുണ്ട് അല്ലെ, എന്തോ നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. എന്താ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്? ഇൻ തറക ഖൈറൻ, ഇൻ തറക്ക അവൻ വിട്ടേച്ചു പോവുകയാണെങ്കിൽ, ഇൻ എന്ന് പറഞ്ഞാൽ ഇഫ് എങ്കിൽ അല്ലെ, തറക്ക റോ കാഫ് ഉപേക്ഷിക്കുക, വിട്ടുപോവുക. എന്ത്? ഖൈറൻ ചില സമ്പത്തുകൾ. സുബ്ഹാനല്ലാഹ്, ഖൈർ ഹ യ റോ. ഖൈർ എന്ന് പറഞ്ഞ വാക്ക് നമുക്കറിയാം നല്ലത് അല്ലെ, ഖൈർ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ നല്ലത് എന്നാണ് നമ്മൾ ഖൈർ യൂസ് ചെയ്യാറുള്ളത്. ഖൈർ എന്നുള്ള വാക്ക് വെൽത്തിന് വേണ്ടിയിട്ടും മാൽ അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാറുണ്ട്. ധനം, ഓക്കെ, പ്രോപ്പർട്ടി അങ്ങനെയുള്ള അർത്ഥത്തിലും ഖൈർ യൂസ് ചെയ്യാറുണ്ട്. നമ്മളിപ്പം ഇംഗ്ലീഷിൽ ഗുഡ് എന്ന് പറയുമ്പോൾ നല്ലത് തന്നെയാണ് അല്ലെ. ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധനങ്ങൾക്ക് അല്ലെ, മെറ്റീരിയൽ പൊസിഷന് വേണ്ടിയിട്ട് എന്താണ് അതുപോലെയുള്ള സാധനങ്ങൾക്ക് ഗുഡ്സ് എന്ന് പറയാറുണ്ട് ഇംഗ്ലീഷിൽ. അതുപോലെ ഖൈർ എന്ന് പറയുന്നത് സമ്പത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഖൈർ എന്നുള്ളത് സമ്പത്തിന് യൂസ് ചെയ്യുമ്പോൾ അത് വളരെ കുറച്ചല്ല, ഒരുപാട് വെൽത്തിനാണ്, ഒരുപാട് സമ്പത്തിനാണ് ഖൈർ എന്ന് പറയാം. ഒരു കുറച്ച് 1000 10,000 അല്ല, ലക്ഷങ്ങളോ കോടികളോ ആകുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് അതിന് ഖൈർ എന്ന് പറയുന്നത്. ഖുർആനിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, മനുഷ്യന് നിശ്ചയമായും എന്താണ് വളരെയധികം ധനത്തോട് അതികഠിനമായ ഹബ്ബാണ് അല്ലെ. ലശദീദ് കഠിനമായ ഹബ്ബാണ് മനുഷ്യന്മാർക്ക്. സുബ്ഹാനല്ലാഹ്, ആദമിന്റെ സന്തതികൾക്ക് സ്വർണത്തിന്റെ ഒരു താഴ്വര കൊടുത്തു കഴിഞ്ഞാൽ അവന് പിന്നെ എന്താ വേണ്ടത്? അടുത്തതും കൂടെ അവന് വേണം. കുറച്ച് സ്വർണ്ണം അല്ല അവന് വേണ്ടത്, ഒരു താഴ്വര മുഴുവൻ സ്വർണം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എന്നുള്ള ആഗ്രഹമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരു മരിക്കാൻ പോണ ഒരു വ്യക്തി അവന്റെ സമ്പത്ത് വിട്ടേച്ചു പോവുകയാണെങ്കിൽ, സമ്പത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ചല്ല, ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടുള്ള ഒരു വലിയ അളവില് ഒരു സമ്പത്ത് അവൻ വിട്ടേച്ചു പോവുകയാണെങ്കിൽ അവന്റെ മേല് എന്താണ്? നിർബന്ധമാണ്. എന്ത്? കുത്തിബ അല അല്ലെ, അവന്റെ മേലെ എഴുതപ്പെട്ടിട്ടുണ്ട്. എന്ത്? അൽ വസീയത്തു, അവൻ വസീയത്ത് ഉണ്ടാക്കണം, വില്ല ഉണ്ടാക്കണം അല്ലെ. വസീയ റൂട്ട് വാവ് സ്വാദ് യ, നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് ഈ വാക്ക് അല്ലെ. വസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻ, നിർദ്ദേശം വളരെയധികം ഊന്നൽ കൊടുത്തുകൊണ്ട് പറയലാണ്. ഇപ്പം യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ മരണകാരം ആ ഒരു സമയം പറഞ്ഞപ്പം ആ സമയത്ത് കൊടുത്ത നിർദ്ദേശം എന്താന്ന് നമുക്കറിയാം അല്ലെ. തൗഹീദായിരുന്നു ആ സമയത്ത് ഊന്നൽ കൊടുത്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള വസീയത്ത്. സുബ്ഹാനല്ലാഹ്, ഇവിടെ എന്താണ് വസിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്തെങ്കിലും ഒരു കാര്യം എന്താണ് വളരെയധികം ഇമ്പോർട്ടൻസ് ഊന്നൽ കൊടുത്തുകൊണ്ട് നിർദ്ദേശിക്കുന്നതിനാണ് വസിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം വളരെയധികം സ്ട്രെസ് ചെയ്തിട്ട് പറയാന്നുള്ളത്. ഈ വാക്ക് നമ്മൾ വില്ല് അല്ലെ, വിൽപത്രം എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ ഇതിനെ ഒസിയത്ത് എന്ന് പറയാറുണ്ട് അല്ലെ. മലയാളത്തിൽ പറയുമ്പോൾ ഒസിയത്ത്, വസിയ എന്നുള്ള വാക്കിന്റെ നമ്മളെ യൂസേജ് ആണ് ഒസിയത്ത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് വില്ല് എഴുതുന്നതിന് വേണ്ടിയിട്ടും വസിയ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഒരു വ്യക്തി മരിക്കാൻ പോകുമ്പം അല്ലെങ്കിൽ അയാളുടെ മരണത്തിന് തൊട്ട് മുമ്പെയോ മരണത്തിന് മുമ്പ് ഓക്കെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ സമ്പത്ത് എന്ത് ചെയ്യണം എന്ന് പറയുന്നതിന് വസിയ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നതിന് വസിയ എന്ന് പറയാം. സുബ്ഹാനല്ലാഹ്. പക്ഷെ വസിയ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സമ്പത്തിനെ കുറിച്ച് മാത്രമല്ല, ആ വ്യക്തിയുടെ കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, ബിസിനസ് അല്ലെങ്കിൽ അയാളുടെ അല്ലെ ഒരു ഉപജീവന മാർഗം അതിനെക്കുറിച്ച്, അയാളുടെ ജോലിയെക്കുറിച്ച്, അയാളുടെ മറ്റു കാര്യങ്ങളെക്കുറിച്ച്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ എന്താണ്? വസിയത്താണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഒരു ഉപ്പ മരിക്കാൻ പോവാണ്, ചെറിയൊരു മോളുണ്ട്, അപ്പൊ പറയാണ് മൂത്ത മക്കളോട് പറയണേ ഇവളെ ഇന്ന സ്കൂളിൽ പറഞ്ഞയക്കണം, ഇന്ന കാര്യം പഠിപ്പിക്കണം, അവളെ പഠിപ്പിക്കാൻ വേണ്ടി ഇത്ര പൈസ നിങ്ങൾ മാറ്റി വെക്കണം.
അല്ലെങ്കിൽ മോനോട് പറയും നീ ഇന്ന പെൺകുട്ടീനെ നീ കല്യാണം കഴിക്കണം. ഓക്കെ, അങ്ങനെ എന്തൊരു കാര്യം പറയുകയാണെങ്കിലും അതൊക്കെ എന്തിൽ പെട്ടു? വസിയ്യത്തില് പെട്ടു. ഓക്കെ, അപ്പം ഒരാളുടെ സ്വത്ത്, കുടുംബം, അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള എന്തൊരു കാര്യവും അതിനെക്കുറിച്ചൊക്കെ അയാൾ പറഞ്ഞു വെക്കുന്ന കാര്യമാണ് വസിയ്യത്ത്. ഈ ഒരു ആയത്തില് വസിയ എന്ന് പറയുമ്പം ഹൈറിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. നമ്മൾ പറഞ്ഞു ഹൈർ എന്ന് പറയുന്നത് സമ്പത്ത് ആൻഡ് കുറേ അധികം സമ്പത്ത്. ഒരാൾ മരിക്കുമ്പം ഉപേക്ഷിച്ചു പോകുന്ന, അയാളെ വിട്ടേച്ചു പോകുന്ന ഹൈറിനെ കുറിച്ചാണ് ഇവിടെ വസിയത്ത് എന്ന് പറയുന്നത്. അപ്പം അയാൾ മരിക്കുന്നതിന് മുമ്പ് അയാൾ എന്താക്കണം? ഇങ്ങനെ ഒരു വില്ല് അല്ലെങ്കിൽ വസിയത്ത് എഴുതി വെക്കണം. അല്ലെങ്കിൽ അയാൾ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ സ്വത്തൊക്കെ ഇട്ട് വെച്ച് പോകുമ്പോൾ ആളുകൾക്ക് സുബ്ഹാനല്ലാഹ് അറിയൂല ഞാൻ എന്ത് ചെയ്യണം. ഒരുപക്ഷെ ആൾക്കാർക്ക് ഇയാളുടെ എല്ലാ സ്വത്തും ചിലപ്പം അറിഞ്ഞോളണമെന്നില്ല അല്ലെ. അപ്പം പലപ്പോഴും പലരും ഇതുപോലെ പറയാതെയൊക്കെ മരിച്ചു പോകാറുണ്ട്. സ്വത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത സാഹചര്യങ്ങൾ വരാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ ചിലരെന്ത് ചെയ്യുന്നു വെച്ചാല് ഇപ്പം ഇപ്പോ ഒരു വീടോ അങ്ങനെ എന്തെങ്കിലും വിട്ടേച്ച് പോവാന്ന് വെച്ചോ, ഈ വീട്ടില് ഞങ്ങളാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഒരു ഭാര്യ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഭർത്താവ് വിട്ടേച്ച് പോയ സ്വത്തില് അവരുടെ കുടുംബത്തിൽ വേറെ പലർക്കും അവകാശം ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ സഹോദരങ്ങൾക്ക് അവകാശം ഉണ്ടാവും. ഇല്ല ഇത് ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന വീടാണ്, അതുകൊണ്ട് അവർക്ക് ഈ ഭർത്താവിന്റെ സഹോദരങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല. പക്ഷെ ടെക്നിക്കലി ശരിക്കും അങ്ങനെ ഒരു ഷെയർ അല്ലെ, സുബ്ഹാനല്ലാഹ്, അവർക്ക് സഹോദരനും ഒരു ഷെയർ ഉണ്ട്, പക്ഷെ കൊടുക്കൂല. അങ്ങനെയുള്ള പല സാഹചര്യങ്ങളും വരുന്നത് കൊണ്ട് തന്നെ വസിയ എഴുതണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, കാര്യമായിട്ട് എന്തെങ്കിലും അളവിൽ എന്തെങ്കിലും വിട്ടേച്ച് പോകുന്നുണ്ടെങ്കിൽ വസിയത്ത് എഴുതണം എന്ന് പറയുന്നുണ്ട്. അപ്പം ആർക്ക് വേണ്ടിയിട്ടാണ് വസിയത്ത് എഴുതേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട്. ലിൽ വാലിദൈനി, അവന്റെ രണ്ട് പിതാക്കൾക്ക് അല്ലെ, മാതാവിനും പിതാവിനും. വൽ അഖ്റബീന, അടുത്ത ബന്ധുക്കൾക്ക്. അഖ്റബിന്റെ പ്ലൂറലാണ് അഖ്റബീൻ. ഖഫ്റബ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് അല്ലെ, ഖുർബ്. അപ്പം അടുത്ത ബന്ധുക്കൾക്ക്. അപ്പം അടുത്ത ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ അല്ലെ, ഭാര്യ, മക്കള്, സഹോദരങ്ങള്, അങ്ങനെ ഇനി അത് എന്താണ് മാതാവിന്റെയോ പിതാവിന്റെയോ സഹോദരങ്ങള്, അല്ലെങ്കിൽ അങ്കിൾസ്, ആന്റീസ്, അവരുടെ മക്കള് അല്ലെ, ഗ്രാൻഡ് പാരന്റ്സ്, ഗ്രാൻഡ് ചിൽഡ്രൻ, ഇതൊക്കെ വരാം അഖ്റബില്. സുബ്ഹാനല്ലാഹ്. അപ്പം ക്ലോസസ്റ്റ് റിലേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ. അപ്പം പാരന്റ്സിന് വേണ്ടിയിട്ടും അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടും എന്തെഴുതണം? വിൽ എഴുതണം, വസിയത്ത് എഴുതണം. എങ്ങനെ എഴുതണം? ബിൽ മഅറൂഫ്. ബിൽ മഅറൂഫ്. മഅറൂഫ് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു അല്ലെ. സ്വീകാര്യമായ, ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കണം അത് എഴുതുന്നത് അല്ലെ. ഒരാൾക്ക് കുറെ കോടികളുടെ സ്വത്തുണ്ട്, അയാൾ പറയാം ഒരു 10,000 ഉറുപ്പ്യ എന്റെ മോന് കൊടുത്തേക്ക്, ബാക്കി മുഴുവൻ നിങ്ങൾ അങ്ങ് ചാരിറ്റിക്ക് കൊടുത്തോ. സുബ്ഹാനല്ലാഹ്, അത് മഅറൂഫ് അല്ല അല്ലെ, അതിനൊരു സെൻസ് ഇല്ല. അപ്പം സ്വീകാര്യമായ രീതിയിലായിരിക്കണം എന്ത്? വില്ല്, വസിയത്ത് എഴുതുന്നത്. ഓക്കെ, ഒരു വേർത്ത് ആയിട്ടുള്ള, അയാൾക്കുള്ള അളവില് ഒരു കാര്യമായിട്ടുള്ള ഒരു എമൗണ്ട് അല്ലെ, ഓരോരുത്തരും അർഹിക്കുന്ന രീതിയിൽ കിട്ടുന്ന രീതിയിലായിരിക്കണം വസിയത്ത് എഴുതുന്നത്. ബിൽ മഅറൂഫ്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നാട്ടു നടപ്പുകൾ പ്രകാരം അത് അംഗീകരിക്കപ്പെട്ടതാവണം. ഓക്കെ, ഇനി ഈ ആയത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, സുബ്ഹാനല്ലാഹ്, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, ഈ ആയത്ത് നമ്മുടെ ഖുർആനില് ഇൻഹെറിറ്റൻസിന്റെ, അതായത് അനന്തരാവകാശ നിയമങ്ങളുടെ ആയത്തുകൾ ഇറങ്ങുന്നതിന് മുമ്പ് ഇറങ്ങിയ ആയത്താണ് ഇത്. ഓക്കെ, ആക്ച്വലി അനന്തരാവകാശ നിയമങ്ങളുടെ ആയത്തുകൾ സൂറത്ത് നിസായിൽ വരുന്നുണ്ട്. അത് ഈ ഒരു ആയത്തിന് ശേഷമാണ് ഇറങ്ങിയിട്ടുള്ളത് അല്ലെ. ഈ അനന്തരാവകാശ നിയമങ്ങളുടെ ആയത്തുകളിൽ ശരിക്കും ഓരോരുത്തർക്കും അല്ലെ എത്ര വേണം എന്നുള്ളത്, മക്കൾക്ക് എത്ര അല്ലെ, ഒരാൾ മരിക്കുമ്പോൾ ഭാര്യ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഭാര്യക്ക് എത്ര, മക്കൾക്ക് എത്ര ഓരോരുത്തർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊക്കെ ആ നിയമങ്ങളിലെ അനന്തരാവകാശ നിയമത്തിന്റെ ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലും സുന്നത്തിലുമായിട്ട് എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെ, ആരുടെയും അളവും ഇതൊന്നും മിസ്സാക്കാണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം ഈ ഒരു ആയത്ത് കംപ്ലീറ്റ്ലി നസ്ഖ് ചെയ്യപ്പെട്ട ആയത്താണെന്ന് പറയപ്പെടുന്നു. നസ്ഖ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ക്യാൻസൽ ആക്കിയിട്ടുള്ള, റദ്ദാക്കിയിട്ടുള്ള ആയത്താണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആയത്തെന്ന് പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം പറയുന്നുണ്ട്. അതായത് 180-ാമത്തെ ആയത്ത്, കുതിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗതു ഇൻ തറക ഖൈറൻ അൽ വസിയ്യതു ലിൽ വാലിദൈനി വൽ അഖ്റബീന ബിൽ മഅറൂഫ് അലൽ മുത്തഖീൻ, അങ്ങനെ പറയപ്പെടുന്നുണ്ട്. നസ്ഖ് എന്താന്ന് ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല, മുമ്പിൽ ക്ലാസ്സുകളിൽ ഇല്ലാത്തവർ നസ്ഖിന് മാത്രം എടുത്ത ക്ലാസ്സുകളുണ്ട്, അത് കേൾക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം ആദ്യം ഇറക്കിയ ഒരു കൽപ്പനയായിരുന്നു ഇത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അനന്തരാവകാശ നിയമങ്ങളുടെ ആയത്തുകൾ ഇറക്കിയതിന് ശേഷം ഇതിനെ നസ്ഖ് ചെയ്തു എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാര് പറയുന്നുണ്ട്.
അപ്പൊ നമുക്കറിയാം എല്ലാ മനുഷ്യന്മാർക്കും അവരവരുടെ ഷെയറുകൾ ഈ ഒരു അനന്തരാവകാശത്തിന്റെ ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. സുനൻ അബൂ ദാവൂദിൽ വന്ന അൽബാനി ഹസൻ സഹീഹാക്കിയ ഒരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് ഇപ്രകാരം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇപ്രകാരം പറയുന്നുണ്ട്. ഇന്നല്ലാഹ ഖദ് അഅത കുല്ലദി ഹഖൻ ഹഖഹു ഫലാ വസിയ്യത ലിവാരിസിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും, അതായത് ഒരു അവകാശമുള്ള എല്ലാവർക്കും അവന് അവകാശപ്പെട്ടത് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഓക്കെ, കുല്ലദി ഹഖൻ ഹഖഹു, ഹക്കുള്ള എല്ലാവർക്കും അവന്റെ ഹക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഫലാ വസിയ്യത ലി വാരിസിൻ, അതുകൊണ്ട് തന്നെ അവകാശിക്ക്, വാരിസ് എന്ന് പറഞ്ഞാൽ അവകാശിക്ക്, അനന്തരാവകാശിക്ക് വസിയത്തില്ല. അനന്തരാവകാശിക്ക് വസിയത്ത് ഇല്ല. അപ്പം ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? അനന്തരാവകാശിക്ക് വേണ്ടിയിട്ട് വസിയത്ത് എഴുതാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത് ബേസ് ചെയ്തിട്ട് ചില വിഭാഗം പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അതെ, ഈ ആയത്ത് നസ്ഖ് ചെയ്യപ്പെട്ടതാണ് ഈ ഒരു സെൻസിൽ. ഓക്കെ, ഈ ഇപ്പം നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ ഹദീസിലുണ്ടല്ലോ അനന്തരാവകാശിക്ക് വസിയത്തില്ല എന്നുള്ളത്. അപ്പം ആ ഒരു അർത്ഥത്തിൽ ഈ ആയത്ത് നസ്ഖ് ചെയ്യപ്പെട്ടതാണ്. പക്ഷേ ഈ ആയത്ത് എന്താണ്? മഖ്സൂസ് ആണ്. മഖ്സൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, എല്ലാ സാഹചര്യത്തിലും അല്ല, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ ആയത്ത് ഇപ്പോഴും വാലിഡ് ആണ്. എന്താണ് ഈ പ്രത്യേക സാഹചര്യം? ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ ഈ കാര്യം. നമുക്കിങ്ങനെ ആ ഒരു ഫൗണ്ടേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആവും. അപ്പം എന്താണ് ഈ കാര്യം എന്ന് ഇങ്ങനെ ഏത് സിറ്റുവേഷനിലാണ് ഈ ആയത്ത് വാലിഡ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തി ഒരുപാട് സമ്പത്ത് ഹൈറ് വിട്ടേച്ച് പോവാണ്. ഓക്കെ, ഒരു കോടീശ്വരൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ, ലക്ഷപ്രഭു എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് സ്വത്തുകൾ വിട്ടേച്ച് പോവാണ്. സപ്പോസ് അവന് ഒരൊറ്റ മോനേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഓക്കെ, ഭാര്യ മരിച്ചുപോയി, വേറെ ആരും ഇല്ല. അപ്പം ഇയാള് മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ സ്വത്ത് മുഴുവൻ ആർക്ക് പോവും? മോന് പോവും അല്ലേ? പക്ഷെ ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്കില്ലേ ഒരുപാട് സ്വത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാളുടെ സ്വത്തിന് വേറെയും ഒരുപാട് അവകാശികളുണ്ട് അല്ലേ? അവന്റെ കുടുംബം മാത്രമല്ല. നമ്മൾ കഴിഞ്ഞ ആയത്തുൽ ബിർറിൽ പഠിച്ചിരുന്നു, ആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതീമ വൽ മസാകീന വബ്ന സബീലി വസ്സായിലീന വഫിർ റിഖാബ് അല്ലേ? ഒരുപാട് സമൂഹത്തിൽ ഒരുപാട് അവകാശികൾ അയാളുടെ സ്വത്തിന് അല്ലെ, സമൂഹത്തിൽ ഒരുപാട് എലിമെന്റ്സ് അയാളുടെ സ്വത്തിന് അവകാശികളാണ്. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ അവരും അർഹിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് സ്വത്ത് വിട്ടേച്ചു പോകുന്ന ഒരു വ്യക്തി, അയാൾക്ക് വളരെ കുറച്ച് ആളുകൾക്ക് അയാളുടെ കുടുംബത്തിൽ എന്താണ് അനന്തരാവകാശമായിട്ട് പോവാനുള്ളൂ എന്നുണ്ടെങ്കിൽ, ഓക്കെ, എന്നാലും അയാളുടെ സ്വത്ത് അത്രക്ക് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തി എന്താക്കണം? ഒരു വസിയത്ത് എഴുതണം. ഓക്കെ, ഞാൻ മരിക്കുമ്പോൾ ഇത്ര എമൗണ്ട് ഇന്ന പള്ളിക്ക്, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഇന്ന ഒരു ഓർഗനൈസേഷൻ, ഇന്ന സ്കൂളിന്, അങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുതി വെക്കാം. പല ആളുകൾ പല രീതിയിൽ വസിയത്ത് എഴുതാറുണ്ട് അല്ലെ? പല കാരണങ്ങൾക്ക്, പല കോസസിന്, പല ചാരിറ്റികൾക്ക് ആളുകൾ എഴുതാറുണ്ട് അല്ലെ? ചില മരിക്കുമ്പോൾ എൻ്റെ ഇത്ര എമൗണ്ട് ഒരു ഓർഫനേജിന്, ഇത്ര എമൗണ്ട് ഒരു NGO ഒക്കെ, ഇത്ര എമൗണ്ട് എന്തെങ്കിലും മനുഷ്യാവകാശ പ്രവർത്തനത്തിന്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കാന്, പള്ളി ഉണ്ടാക്കാന്, പാലം ഉണ്ടാക്കാനൊക്കെ പറഞ്ഞ ആളുകൾ കൊടുക്കാറുണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ മുമ്പിൽ അല്ലെ? അപ്പം ഇയാൾക്ക് കുറേ സ്വത്തുണ്ടായിരുന്നു, അയാളുടെ അവകാശികളുണ്ട്, അവകാശികൾക്ക് സ്വത്ത് കിട്ടും, എന്നാലും ധാരാളം ഉള്ളത് കൊണ്ട് അതിന്റെ ഒരു ഷെയർ സുബ്ഹാനല്ലാഹ് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എഴുതുക. ഓക്കെ, ഇപ്പം വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാള് മരിക്കുമ്പോൾ അയാളുടെ പാരൻസ് മുസ്ലിം അല്ല, ഉമ്മയും വാപ്പയും മുസ്ലിം അല്ല, അയാൾ റിവേർട്ടാണ്, ഇസ്ലാം ആയതാണ്. ഉമ്മയും വാപ്പയും മുസ്ലിം അല്ലാത്തത് കൊണ്ട് നിയമപരമായിട്ട് അവർക്ക് ഇയാളുടെ സ്വത്തിൽ അവകാശമില്ല. പക്ഷെ സുബ്ഹാനല്ലാഹ് അയാൾ ആഗ്രഹിക്കാണ്, ശരിയാണ്, അവർക്ക് അവകാശമില്ല, പക്ഷെ എന്റെ പാരൻസ് അല്ലേ, ഞാൻ മരിക്കുമ്പോൾ അവർക്കും എന്തെങ്കിലും കിട്ടണം. അപ്പൊ അയാൾ എഴുതി, കാരണം ഒരു പക്ഷേ ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടൂല നിയമപ്രകാരം, അപ്പം അവർക്കും എന്തെങ്കിലും കൊടുക്കണം എന്ന് എഴുതി വെക്കുക. അല്ലെങ്കിൽ ഇതേപോലെ ഇയാളുടെ മക്കള് മുസ്ലിം ആയിട്ടില്ല, ഓക്കെ, അവർക്ക് ശരിയായ നിയമപ്രകാരം അവർക്ക് സ്വത്ത് കിട്ടൂല, പക്ഷെ ഓക്കെ, എനിക്ക് എൻ്റെ ഇതിൽ നിന്നും കുറച്ച് അവർക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഞാൻ കൊടുക്കുകയാണ് അല്ലെ, ഇത്ര പൈസ എൻ്റെ ഉമ്മക്കും വാപ്പക്കും, അല്ലെങ്കിൽ ഇത്ര പൈസ എൻ്റെ മോന് അല്ലെങ്കിൽ മോള് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ വസീയത്തായിട്ട് എഴുതുക. സുബ്ഹാനല്ലാഹ്. അപ്പം ഇപ്രകാരം ഈ ആയത്ത് വാലിഡ് ആണെന്ന് കണക്കാക്കി വസീയത്ത് എഴുതുമ്പം അതിന് 2 കണ്ടീഷൻസ് ഉണ്ട്. ആ 2 കണ്ടീഷൻസ് എന്താന്ന് വെച്ചാൽ, ഒന്ന്, ഈ എഴുതുന്ന വസീയത്ത്, ഈ എഴുതുന്ന വില്ല്
ഓൾറെഡി ഷെയർ ഉള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് എഴുതാൻ പാടില്ല. ഓക്കെ, അതിപ്പം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ മരിച്ച നിയമപ്രകാരം അനന്തരാവകാശം പോകുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ, മക്കള്, ഭാര്യ, സഹോദരങ്ങള്, അങ്ങനെ അങ്ങനെ ഓരോ കേസിലും അത് ഓരോന്നാണ്. അപ്പം ആ അനന്തരാവകാശം പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഫേവർ ചെയ്തിട്ട് വില്ല എഴുതാൻ പാടില്ല. ഇപ്പം സുബ്ഹാനല്ലാഹ് ഒരാള് മരിക്കും, അയാൾക്കൊരു മോനേ ഉള്ളൂ എന്നായിരിക്കാം. ഓക്കെ, ആ മോന് ഒരു പകുതി, അയാളുടെ സ്വത്തിന്റെ പകുതി ആ മോന് കിട്ടുമെന്ന് വെക്കാം. അപ്പം ഇയാൾ എഴുതി വെക്കാണ്, ഇല്ല ഈ മോന് പകുതിയല്ല മുഴുവനും, അതായത് മറ്റേ ഹാഫും കൂടെ എന്റെ മോന് തന്നെ കൊടുത്തേക്കണം. അയാളെ സ്വത്തിൽ അങ്ങനെ എഴുതി, വസിയത്തിൽ അങ്ങനെ എഴുതാന്ന് വെച്ചു, അത് പാടില്ല. കാരണം ഓൾറെഡി ഇവന്റെ മോൻ, ഇയാളുടെ മോൻ എന്താണ്, ഈ സ്വത്തിന് അവകാശിയാണ് ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ അല്ലെ. അതുകൊണ്ട് തന്നെ ആ അള്ളാഹു സുബ്ഹാനഹു വതആല കണക്കാക്കിയ ആ ഒരു ഷെയർ അല്ലാതെ അതിനേക്കാളും കൂട്ടാൻ പാടില്ല. അത് മോനാണെങ്കിലും മോളാണെങ്കിലും ആരാണെങ്കിലും. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് 2 പെൺകുട്ടികളെ ഉള്ളൂ അല്ലെ, അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ ഷെയർ കസിൻസിന് പോകും അല്ലെ. പെൺകുട്ടികളുടെ ഷെയർ അല്ല, പെൺകുട്ടികളുടെ ഷെയർ എന്നല്ല, അതിൽ ഒരു ഷെയർ കസിൻസിന് പോകും. അപ്പം ഇയാൾ എഴുതി വെക്കാണ്, ഇല്ല ഞാൻ മരിച്ചു കഴിഞ്ഞാൽ വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല, എല്ലാം എന്റെ മക്കൾക്ക് വേണ്ടി, എല്ലാം എന്റെ പെൺകുട്ടികൾക്ക് മാത്രമാണ്. പാടില്ല. ഓക്കെ, അതായത് ഇങ്ങനെ ഒരു വസിയത്ത് എഴുതാൻ പാടില്ല. അനന്തരാവകാശ സ്വത്തില് അർഹതയുള്ളവർക്ക് വേണ്ടിയിട്ട് വസിയത്ത് എഴുതാൻ പാടില്ല. അല്ലെങ്കിൽ ഓക്കെ, ഒരാൾ മരിച്ചുമ്പോൾ വൈഫിന് കിട്ടുന്ന ഒരു ഷെയർ ഉണ്ടല്ലോ അല്ലെ, 1/8 ഒക്കെ കിട്ടുള്ളൂ, അത് പോരാ, ഇതിനേക്കാളും കൂടുതൽ എന്റെ വൈഫിന് കൊടുക്കണം, പാടില്ല. ഉമ്മക്ക്, വാപ്പക്ക്, സഹോദരന്, സഹോദരിക്ക് ഒക്കെ. അതായത് സ്വത്ത് അയാൾ മരിച്ചതിന് ശേഷം അനന്തരാവകാശത്തില് ഷെയർ ഉള്ള ആളുകൾക്ക് വേണ്ടി വസിയത്ത് എഴുതാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. കാരണം പലപ്പോഴും ഇതുപോലെയുള്ള പല കാര്യങ്ങളും നടക്കാറുണ്ട് അല്ലെ. ചിലര് സുബ്ഹാനല്ലാഹ് മരിക്കുമ്പോൾ അവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും കിട്ടുന്നത് അവർക്ക് ഇഷ്ടമില്ലാണ്ടിരിക്കുമ്പോൾ അല്ലെ, അവരോട് എന്തെങ്കിലും വെറുപ്പുണ്ടാവുമ്പോൾ എഴുതി വെക്കാണ്, ഇല്ല അവർക്ക് മാത്രം കൊടുക്കരുത്, അല്ലെങ്കിൽ ഈ എന്റെ എല്ലാ സ്വത്തും എന്റെ മക്കൾക്ക് മാത്രം കൊടുക്കുക, എന്റെ ഭാര്യക്ക് കൊടുക്കരുത്. ഇപ്പം ഒരാൾക്ക് 2 ഭാര്യമാരുണ്ടെന്ന് നോക്കാം, ഒരു ഭാര്യ അയാളുടെ അടുത്ത് നിന്ന് ദൂരെ അകന്ന് താമസിക്കുകയാണ്, ലീഗലി ഡിവോഴ്സ്ഡ് അല്ല അയാൾ മരിക്കുമ്പോൾ. ഓക്കെ, ലീഗലി ഡിവോഴ്സ്ഡ് അല്ല മരിക്കുമ്പോൾ, ലീഗൽ സെൻസിൽ ഭാര്യ തന്നെയാണ്, പക്ഷെ അകന്ന് താമസിക്കണം, അതുകൊണ്ട് തന്നെ താല്പര്യമില്ല, വെറുപ്പാണ്. അപ്പൊ അയാൾ എഴുതി വെക്കുക, അവൾക്ക് ഷെയർ കൊടുക്കരുത്, പകരം എന്റെ എന്താണ് രണ്ടാമത്തെ ഭാര്യക്കും മക്കൾക്കും, അല്ലെങ്കിൽ രണ്ടാമത്തെ ഭാര്യക്കും ഇനി ആദ്യത്തെ ഭാര്യയുള്ള മക്കൾക്ക് കൊടുക്കുക, പക്ഷെ അവൾക്ക് കൊടുക്കരുത്. പാടില്ല, കാരണം അവൾക്ക് അവകാശം ഉണ്ടോ അവൾക്ക് കിട്ടണം. അപ്പം അതുപോലെ അനന്തരാവകാശ സ്വത്തിലെ അവകാശമുള്ളവർക്ക് ഫേവർ ചെയ്തിട്ടോ അവർക്ക് എതിരെയായിട്ടോ വസിയത്ത് എഴുതാൻ പാടില്ല. ഇനി രണ്ടാമത്തെ റൂൾ എന്താന്ന് വെച്ചാൽ, വസിയത്തിന്റെ അയാൾ വിട്ടേച്ചു പോകുന്ന സമ്പത്തിന്റെ 1/3, അതായത് 1/3 ഭാഗത്തേക്കാൾ കൂടുതലാവാൻ പാടില്ല. ഓക്കെ, അയാൾ വിട്ടേച്ചു പോകുന്ന മൊത്തം സമ്പത്തിന്റെ 1/3 ഭാഗത്തേക്കാൾ കൂടുതൽ അമൗണ്ടിന്, കൂടുതൽ അളവിൽ വസിയത്ത് എഴുതാൻ പാടില്ല. ഇപ്പം ഉദാഹരണത്തിന് ഒരാൾക്ക് കുറെ സ്വത്തുണ്ടെന്ന് വെക്കാം. ഓക്കെ, എന്റെ മക്കൾക്കും ഭാര്യക്കും എല്ലാവർക്കും കിട്ടും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സ്വത്ത് കിട്ടും, പക്ഷെ അവരെ ഓൾറെഡി ഭയങ്കര റിച്ച് ആണ്, ഭയങ്കര എല്ലാവരുടെ അടുത്തും ആവശ്യത്തിനുണ്ട്, അതുകൊണ്ട് എന്റെ പ്രോപ്പർട്ടിന്റെ പകുതി ഞാൻ ഒരു പള്ളിക്ക് എഴുതി കൊടുക്കാൻ പോവാ. എത്ര സമ്പത്ത് ഉണ്ടെങ്കിലും, അവർക്കിനി എത്ര സമ്പത്ത് ഉണ്ടെങ്കിലും എഴുതി കൊടുക്കാൻ പാടില്ല. ഓക്കെ, പക്ഷേ 1/3 എഴുതാം. അയാളുടെ മൊത്തം സ്വത്തിന്റെ 1/3 ഭാഗം എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും എഴുതാം, പക്ഷെ അതിൽ കൂടുതൽ എഴുതാൻ പാടില്ല. സ്വഹീഹ് ബുഖാരിയിൽ വന്ന ഒരു ഹദീസില് അംറബിന് സായദ്, അദ്ദേഹത്തിന്റെ പിതാവ് സായദബിന് അബി വഖാസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന്റെ വർഷം അല്ലെ, എന്താണ് ഫൈനൽ ഹജ്ജിന്റെ കൊല്ലത്തില് സുബ്ഹാനല്ലാഹ് അദ്ദേഹത്തെ കാണാൻ ചെന്നു, സായദബിന് അബി വഖാസിനെ കാണാൻ ചെന്നു. അപ്പം അദ്ദേഹം പറയണ്ടായി, നിങ്ങൾ നബിയെ കാണുന്നില്ല എന്റെ അവസ്ഥ, സുബ്ഹാനല്ലാഹ് ഒരുപാട് ധനമുണ്ട് എനിക്ക്, പക്ഷെ എന്റെ മോളല്ലാതെ വേറെ ആരും ആ ധനം ഇൻഹെറിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവകാശപ്പെടാൻ വേറെ ആരും ഇല്ല, അതുകൊണ്ട് ഞാൻ എന്റെ ധനത്തിന്റെ 2/3 ഭാഗം സദഖയായിട്ട് കൊടുക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പറ്റൂല. എന്നാൽ ഹാഫ് കൊടുക്കട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പറ്റൂല. തുടർന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 1/3, അതായത് 1/3 കൊടുത്തോ, അത് തന്നെ അധികമാണ്. നിങ്ങളുടെ അവകാശികളെ റിച്ചാക്കി വിടലാണ് അവരെ ദരിദ്രരാക്കി യാചിക്കാൻ വേണ്ടി വിടുന്നതിനേക്കാൾ ഉത്തമം.
ഓക്കെ, നിങ്ങൾ ഉണ്ടാക്കിയ സമ്പത്ത് വെച്ച് നിങ്ങളുടെ അവകാശികളെ അല്ലെ ഒരു നല്ല അവസ്ഥയിൽ, നല്ല സാമ്പത്തിക അവസ്ഥയിൽ വിടലാണ് അവരെ യാചിക്കാൻ വേണ്ടി ദരിദ്രരാക്കി വിടുന്നതിനേക്കാൾ ഉത്തമം. അതുകൊണ്ട് 1/3 തന്നെ ധാരാളമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ വസിയത്തിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? അത് അനന്തരാവകാശത്തില് അല്ലെ, അനന്തര സ്വത്തില് അവകാശമുള്ള ആളുകൾക്ക് ഫേവർ ചെയ്തിട്ടോ അവർക്ക് എതിരെയായിട്ടോ എഴുതാൻ പാടില്ല. 2, അയാളുടെ മൊത്തം സ്വത്തിന്റെ 1/3, 1/3 കൂടുതൽ എമൗണ്ടിന് അനന്തരാവകാശം അല്ലെങ്കിൽ വസിയത്ത് എഴുതാൻ പാടില്ല. ഇനി ബാക്കിയുള്ള 3/2 ഉണ്ടാവും അല്ലെ, 1/3 വസിയത്ത് എഴുതി കഴിഞ്ഞാൽ ബാക്കിയുള്ള 3/2 സുബ്ഹാനല്ലാഹ് ബാക്കിയുള്ള അവകാശികളുടെ ഇടയിൽ സ്പ്ലിറ്റ് ആയിട്ട് പോണം. അങ്ങനെയാണ് ഈ ഒരു ആയത്തിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ചില കേസിൽ മക്കളും ഇല്ല, കുടുംബവും ഇല്ല, ഒറ്റയ്ക്കായി ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ. അവർക്ക് അവരിൽ നിന്ന് അവകാശം കിട്ടാനും ആരും ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഉള്ള കേസിൽ അവരുടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബന്ധു അവർക്ക് കിട്ടും. ഓക്കെ, ഇനി ചിലർക്ക് അയാൾ എവിടെയാ ജനിച്ചതെന്നോ വളർന്നതോ ഒന്നും അറിയില്ല. ചിലപ്പം അയാളെ അഡോപ്റ്റ് ചെയ്തതായിരിക്കും അല്ലെ, വേറെ ഏതോ രാജ്യത്ത്. അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് അവരുടെ ഫുൾ എമൗണ്ട് വസിയ ചെയ്യും. കാരണം അവർക്ക് അനന്തരാവകാശികൾ നിയമപ്രകാരം ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഓക്കെ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാം. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഓക്കെ, ഇത്ര എമൗണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കാം, അല്ലെ ഇത്ര എമൗണ്ട് എന്തെങ്കിലും എന്നെ എടുത്തു വളർത്തിയ കുടുംബത്തിന്. ആക്ച്വലി എടുത്തു വളർത്തി അവര് തമ്മിൽ ഒരു സ്വത്തിന്റെ കണക്ഷൻ ഇല്ലല്ലോ അല്ലെ, ദത്തെടുക്കുന്ന കേസിൽ. പക്ഷെ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ചാരിറ്റിക്ക് വേണ്ടി അയാൾ മുഴുവൻ കൊടുക്കുക, കുറച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ കാരണം അയാൾക്ക് ഇതുപോലെ അനന്തരാവകാശത്തിന് വേണ്ടിയിട്ട് അർഹതയുള്ള ആളുകൾ ഇല്ലാത്തത് കൊണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വസിയത്ത് എങ്ങനെ ചെയ്യണം എന്നാണ്. ലിൽ വാലിദൈനി വൽ അഖ്റബീന ബിൽ മഅറൂഫ് അല്ലെ, അത് അംഗീകരിക്കപ്പെട്ട രീതിയിൽ. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഹഖൻ അലൽ മുത്തഖീൻ. ഇത് മുത്തഖീങ്ങളുടെ മേലെ തഖ്വയുള്ളവരുടെ മേലെ ഹഖാണ്. ഹഖ് എന്ന് വെച്ചാൽ ഒരു ബാധ്യതയാണ് അല്ലെ, നിർബന്ധമാണ്. സുബ്ഹാനല്ലാഹ്, ബാധ്യതയാണത്. തഖ്വയുള്ളവര് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തൃപ്തിയുള്ള രീതിയിൽ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ട രീതിയിൽ മഅറൂഫായ രീതിയിൽ ഇതുപോലെ ഒരു വസിയത്ത് എഴുതൽ തഖ്വയുള്ളവരുടെ ലക്ഷണത്തിൽ പെട്ടതാണ്. തഖ്വയുള്ളവരുടെ കടമകളിൽ പെട്ടതാണ്. അല്ലാതെ അല്ലെ എല്ലാം എൻ്റെ കുടുംബത്തിന് പോട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല. അയാളുടെ സമൂഹത്തെക്കുറിച്ചും അല്ലെ അയാളുടെ സമ്പത്ത് അർഹിക്കുന്ന പല വിഭാഗങ്ങൾ സമൂഹത്തിലുണ്ടാവും, പല കോസസ് ഉണ്ടാവും സമൂഹത്തിൽ. അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ആ ഒരു കാര്യം ആലോചിച്ചിട്ട് വേണം ബില്ലെഴുതാൻ. അത് തഖ്വയുള്ളവരുടെ മേലെയുള്ള ബാധ്യതയാണ്. സുബ്ഹാനല്ലാഹ്. കാരണം ഒരാള് ജീവിതകാലം ഉടനീളം വളരെ നല്ല മുത്തഖിയായിട്ടൊരു ജീവിതം ജീവിച്ചിട്ട് അവസാനം മരിക്കുന്ന സമയത്ത് ഒരു നീതിയില്ലാത്ത ഒരു ഒരു വസിയത്ത് എഴുതി കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്ന എല്ലാ അമലുകളും ബാത്തിലാകപ്പെടുന്ന പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അയാള് ജീവിതകാലം മുഴുവനും നല്ല രീതിയിൽ ജീവിച്ചിട്ട് മരിക്കാൻ നേരം പറയാണ് എന്റെ മോക്ക് ഒന്നും കൊടുക്കരുത്, ഓള് ഞാൻ പറയുന്ന ഒന്നും അനുസരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ പറയാഞ്ഞ ഒരാളെ അല്ല അവള് വിവാഹം ചെയ്തത്, അതുകൊണ്ട് എന്റെ സ്വത്തും ഒന്നും അവൾക്ക് കൊടുക്കരുത് എന്ന് അയാളൊരു വസിയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അതൊരു അനീതിയാണ് അല്ലെ. അല്ലെങ്കിൽ ഒരാൾ പറയണ എന്റെ എല്ലാ സ്വത്തും സമ്പത്തും ഇന്ന കോസിന് വേണ്ടി ഇന്ന ചാരിറ്റി ഗ്രൂപ്പിന് അങ്ങ് കൊടുത്തേക്കാം, മക്കളും അതൊക്കെ ഉണ്ടായിരിക്കെ, അത് അനീതിയാണ്. ഒരാള് ഹജ്ജ് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് അല്ലെ ഉംറകൾ ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് നോമ്പെടുത്തിട്ടുണ്ടാവും, നിസ്കരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതുപോലെ നീതിയില്ലാത്ത ഒരു വസിയത്ത് ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ എല്ലാ അമലുകളും വേസ്റ്റ് ആക്കപ്പെടുന്ന പറയുന്നത്. ഇമാം അഹ്മദ് റഹ്മഹുല്ലാഹ് അദ്ദേഹം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നരേറ്റ് ചെയ്തതായിട്ട് പറയപ്പെടുന്ന ഒരു ഹദീസിനകത്ത് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വ്യക്തി 70 വർഷത്തോളം സ്വാലിഹായ അമല് സ്വാലിഹാത്ത് ചെയ്തിട്ട് അവസാനം അയാളുടെ വസിയത്ത് എഴുതാൻ നേരം അയാൾ അനീതി കാണിച്ചു കഴിഞ്ഞാൽ അയാളുടെ എല്ലാ പ്രവൃത്തികളും നഷ്ടത്തിലാവും. അയാൾ നരകത്തിലായിരിക്കും പ്രവേശിക്കുന്നത്. അതേപോലെ ഒരു വ്യക്തി 70 വർഷത്തോളം ചീത്ത പ്രവർത്തികളൊക്കെ ചെയ്തിട്ട് അവസാനം അയാൾ വസിയത്തിന്റെ കാര്യത്തിൽ നീതി കാണിച്ചു കഴിഞ്ഞാൽ അയാളുടെ അവസാനത്തെ അമല് ബെസ്റ്റ് ആയതിന്റെ പേരിൽ അയാൾ സ്വർഗത്തിലും പ്രവേശിക്കും. സുബ്ഹാനല്ലാഹ്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വസിയ എന്ന് പറയുന്നത്. നമ്മൾ അത്ര ഭയങ്കര സീരിയസ് ആക്കി ഒന്നും എടുക്കാറില്ലെങ്കിലും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എന്നുള്ളത് സുബ്ഹാനല്ലാഹ്
വസിയത്ത് എഴുതണം എന്നുള്ള ആ ഒരു ബാധ്യതയെക്കുറിച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. സഹീബ് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു ആയത്തിന് എന്താണ് നസ്ഖ് ചെയ്യപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ഈ ആയത്തിന്റെ കേസിൽ അല്ലെ, ആരുടെത്തെങ്കിലും വസിയത്ത് ചെയ്യേണ്ട രീതിയിലുള്ള ഒരു ധനം ബാക്കി ഉണ്ടെങ്കിൽ അത് ചെയ്യൽ നിർബന്ധമാക്കുന്ന ഒരു ഹദീസ് ഉണ്ട് സഹീഹ് ബുഖാരിയിലെ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, മാ ഹഖ്ഖു ഇംറിഇൻ മുസ്ലിമിൻ ലഹു ഷൈഉൻ യൂസി ഫീഹി ബഈതു ലൈലതൈനി ഇല്ലാ വസിയ്യതുഹു മക്തൂബതൻ ഇൻദ. ഏതൊരു മുസ്ലിമിനും അവന് വസിയ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, വില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ 2 രാത്രി പോലും അവന്റെ വില്ല് എഴുതാതെ, വസിയത്ത് എഴുതാതെ, മരണപത്രിക എഴുതാതെ അവൻ എഴുതാതിരിക്കാൻ പാടില്ല എന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പം എന്തെങ്കിലും നമ്മളെ കയ്യിൽ ഓക്കെ ഞാൻ മരിച്ചതിന് ശേഷം ഇന്ന രീതിയിൽ ആളുകൾ അറിയുകയും ഇന്ന സ്ഥലങ്ങളിൽ കൊടുക്കുകയും ചെയ്യണം എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു ധനം നമ്മളുടെ കയ്യിൽ, സമ്പത്ത് നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിന്റെ 1/3 അല്ലെ, 1/3 അതിൽ കുറവോ നമ്മളെ ഇഷ്ടം. സുബ്ഹാനല്ലാഹ്. അത് ചാരിറ്റിക്കാണെങ്കിലും അല്ലെ നമുക്ക് ആർക്കാണോ കൊടുക്കേണ്ടതിന്, ഓർഫറേഞ്ച് ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അത് ചെയ്യാതെ 2 രാത്രികൾ പോലും കടന്നു പോകാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. കാരണം ചിലപ്പോൾ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ അറിയില്ല എന്തൊക്കെയാണ് നമ്മുടെ പേരിൽ, എവിടേക്കാണ് സ്വത്തുക്കൾ ഉള്ളത്, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം എഴുതി വെക്കുക. മരണം ഏത് സമയവും വരാം അല്ലെ, ആർക്കും ഏത് സമയവും വരാം. ചിലപ്പം പാരന്റ്സിന്റെ കാര്യത്തിൽ അവരുടെ അടുത്ത് കുറെ പ്രോപ്പർട്ടി ഉണ്ടാവും, ബാങ്ക് അക്കൗണ്ടിൽ കുറെ പൈസ ഉണ്ടാവും, ബിസിനസ് ഉണ്ടാവും. മക്കൾക്ക് ചിലപ്പം എല്ലാം ഒന്നും അറിയണ്ടാവില്ല അല്ലെ. മക്കൾക്ക് അവകാശമുണ്ട്, പക്ഷെ അവർക്ക് എല്ലാം അറിയേ ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. പെട്ടെന്ന് ഇവര് മരിച്ചു പോയി കഴിഞ്ഞാൽ ഇവർക്ക് അറിയില്ല ഇത് എവിടെയാ ഉള്ളത്, എന്താ ഉള്ളത് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇനി ചിലരെ കേസിൽ മക്കളെ വിശ്വസിക്കാൻ പറ്റാത്തോണ്ടായിരിക്കും പറയാത്തത്. പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തോടു കൂടി അതെല്ലാം അങ്ങ് അല്ലെ, ബാങ്ക് അക്കൗണ്ടും ഒക്കെ അങ്ങ് കാലിയാക്കുന്ന സാഹചര്യങ്ങളും വന്നേക്കാം. അതുകൊണ്ടായിരിക്കാം പറയാത്തത്. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു ലീഗൽ ഡോക്യുമെന്റ്, ഒരു ലോയറിന്റെ വിളിച്ചിട്ട് ലീഗലി അത് എഴുതി വെച്ചിട്ട് സുബ്ഹാനല്ലാഹ് മരണശേഷം അത് എക്സിക്യൂട്ട് ചെയ്യുന്ന പോലെ ചെയ്തു വെക്കാൻ. അപ്പം ഈ ഒരു ഉത്തരവാദിത്വം ഭയങ്കര വലിയൊരു ബാധ്യത തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. അതുപോലെ വസിയ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ചെറിയ മക്കളുണ്ടെങ്കിൽ അല്ലെ, നമുക്ക് മരണം ആർക്കും എപ്പോഴും വരാം. അപ്പൊ ചെറിയ മക്കളുണ്ടെങ്കിൽ എന്റെ മരണശേഷം ആരായിരിക്കണം അവരെ ഉത്തരവാദിത്വം നോക്കുന്നത്. കാരണം വസിയ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നു സ്വത്ത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും അല്ലെ. ആരായിരിക്കണം അവരുടെ തർബിയത്ത് ഏറ്റെടുക്കേണ്ടത്, ആരുടെ ഗൈഡൻസിലായിരിക്കണം അവര് വളരേണ്ടത് അല്ലെ. ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുകയാണെങ്കിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അതായത് നമ്മൾ തൊട്ട് മുമ്പേ കണ്ട ഹദീസ് പറഞ്ഞത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിന്ന് ഇത് കേട്ടതിന് ശേഷം പിന്നെ എന്റെ വില്ല, എന്റെ വസിയത്ത് റെഡിയാക്കാതെ എനിക്ക് പിന്നെ ഒരു രാത്രി കടന്നു പോയിട്ടില്ല. അതായത് അന്ന് തന്നെ ശരിയാക്കി. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും ആളുകൾ ഹജ്ജിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ വലിയ വലിയ യാത്രകൾക്ക് പോകുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ആലോചിക്കാറ്. പക്ഷെ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ അറിഞ്ഞ അത്രയും പെട്ടെന്ന് ചെയ്യലാണ് അതിന്റെ ശരി, അതിന്റെ ഹൈർ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അടുത്ത ആയത്ത് فمن بدله بعدما سمعه فإنما إثمه على الذين يبدلونه إن الله سميع عليم. ഇത് അതായത് അത് വസിയത്ത് കേട്ടതിന് ശേഷം ആരെങ്കിലും അത് മാറ്റിമറിക്കുകയാണെങ്കിൽ അതിന്റെ കുറ്റം മാറ്റിമറിക്കുന്നവർക്ക് മാത്രമാകുന്നു. തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും ആകുന്നു. 181 വാക്കർത്ഥം ഫമൻ എന്നിട്ട് ആര്, ബദ്ദലഹു അതിനെ മാറ്റുകയാണെങ്കിൽ, ബാദ ലാം ബദല, ബഅദമ ശേഷം, സമിഅഹു അത് കേട്ടതിന്റെ. ഓക്കെ, സമിഅഹു അത് കേട്ടതിന്റെ, ഫഇന്നമ അപ്പോൾ തീർച്ചയായും, ഇസ്മുഹു അതിന്റെ കുറ്റം, ഹംസ സ മീം, ഇസ്മു പ്ലസ് ഹു, ഇസ്മുഹു അതിന്റെ കുറ്റം, അലല്ലദീന യാതൊരുത്തരുടെ മേൽ, യുബദ്ദിലൂനഹു അതിനെ മാറ്റിമറിക്കുന്ന, യുബദ്ദിലൂന ഹു അതിനെ, ബദ ലാമനെ ബദ ലാം, ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു, സമീഉൻ എല്ലാം കേൾക്കുന്നവനാണ് അല്ലെ, സീൻ മീം ഐൻ, അലീമുൻ എല്ലാം അറിയുന്നവനുമാണ്, ഐൻ ലാം മീം. തഫ്സീർ നോക്കാം. ഫമൻ ബദ്ദലഹു ബഅദമാ സമിഅഹു, അപ്പം അത് കേട്ടതിന് ശേഷം ആര് അതിനെ മാറ്റുന്നു, ബദ്ദല
യുബദ്ദിലു തബ്ദീൽ, ബ ദാൽ ലാം. തബ്ദീൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം മാറ്റുക, ചേഞ്ച് ചെയ്യാം. ഓക്കെ, ബദ്ദല ഹു, ഹു എന്ന് പറഞ്ഞാല് വസിയത്തിന് അല്ലെ, ആര് വസിയത്തിനെ മാറ്റുന്നു. ബഅദമ ശേഷം, അതിന് ശേഷം. സമിഅഹു അത് കേട്ടതിന് ശേഷം. സമിഅ സമഅ സീൻ മീം ഐൻ. അപ്പം ആ വസിയത്ത്, ആ വില്ല് കേട്ടതിന് ശേഷം, അതായത് മരിച്ച ആളിൽ നിന്ന് ആ വില്ല് കേട്ടതിന് ശേഷം, അതായത് ഇപ്പൊ ഞാൻ മരിച്ചാല് ഇതാ എന്റെ സ്വത്തിന്റെ 1/3 അതായത് 1/3 ഇന്ന ഇന്ന ചാരിറ്റി സംഘടനക്ക് കൊടുക്കണം എന്ന് മരിക്കുമ്പോ ഒരാൾ പറയാന്ന് വെച്ചോ. അത് ഒരാൾ കേൾക്കുകയും ചെയ്തു. കേട്ട ആള് പറയാണ്, ഇല്ലില്ല 1/3 പറഞ്ഞത്, 8/1 അല്ലെങ്കിൽ 10/1 സുബ്ഹാനല്ലാഹ് അല്ലെ. കാരണം അയാൾക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അതിന്റെ മേല്. അങ്ങനെ ഈ കേട്ട ആൾ അത് ചേഞ്ച് ചെയ്യണം. ബഅദഹു ബഅദമ സമിഅഹു, കേട്ടതിന് ശേഷം അയാൾ ചേഞ്ച് ചെയ്യാണ്. ഫഇന്നമ, അപ്പൊ നിശ്ചയമായും ഇല്ല, ഇസ്മുഹു അതിന്റെ തിന്മ, അതിന്റെ പാപം, ഇസ്മുഹു അതിന്റെ തെറ്റ്, അലല്ലദീന യാതൊരുവന്റെ മേൽ, യുബദ്ദിലൂനഹു അത് മാറ്റിയവന്റെ മേലല്ലാതെ. ഓക്കെ, അപ്പം അത് ചേഞ്ച് ചെയ്തവന്റെ മേൽ അല്ലാതെ വേറെ ഒരാൾക്കും എന്താണ് അതിന്റെ തിന്മ, തെറ്റ് പോണില്ല. അവരാണ്, അതായത് കേട്ടതിന് ശേഷം അത് മാറ്റിയവരുടെ മേലെ മാത്രമാണ് എന്ത്, ഈ തെറ്റ്, ഈ തിന്മ പോണത്. അവരാണ് കുറ്റക്കാര്. മരിച്ച ആള് അല്ലെ, അയാള് ഒരു നീതിപൂർവമായിട്ടുള്ള ഒരു വില്ല് തന്നെയാണ്, ഒരു വസിയത്ത് തന്നെയാണ് കൊടുത്തത്. അയാള് തെറ്റുകാരനല്ല. പക്ഷെ ഇത് കേട്ടിട്ട് ചേഞ്ച് ചെയ്ത ആളുണ്ടല്ലോ, അയാളാണ് ഇതില് കുറ്റക്കാരൻ. കാരണം അയാൾക്ക് എന്തോ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ, ഇയാള് മാത്രമേ അയാൾ മരിക്കുമ്പോ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു വില്ല് പറയുമ്പോൾ ഇയാള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാക്കാലെ പറഞ്ഞ വില്ലായിരിക്കാം, സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പിന്നീട് അല്ലെ, എന്നോട് ഇത്ര എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്, ഇത്രയാണ് പുറത്ത് കൊടുക്കാൻ പറഞ്ഞത് എന്ന് അയാളെ സ്വന്തം തോന്നലിനെ അയാൾ മാറ്റി മറിച്ചു കഴിഞ്ഞാല് ഈ മാറ്റി മറിച്ചവന് മാത്രമാണ് തെറ്റുള്ളത്. ഇന്നല്ലാഹ സമീഉൻ അലീം, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. സമീഉൻ കേൾക്കുന്നവൻ, അലീമുൻ അറിയുന്നവൻ. അപ്പം ഇതുപോലെ എന്തെങ്കിലും, ഇപ്പം ഞാൻ മാത്രമല്ലേ ഇത് കേട്ടിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും മാറ്റാനും മറിക്കാനും ഒക്കെ നിന്ന് കഴിഞ്ഞാല് ആർക്കും ഒക്കെ, മറ്റുള്ളവർക്കൊന്നും അറിയൂലായിരിക്കും, അവരൊക്കെ പറ്റിക്കാൻ പറ്റായിരിക്കും. പക്ഷേ അള്ളാഹ്ക്ക് അറിയാം, അള്ളാഹ് കേൾക്കുന്നുണ്ട്. ആളുകളുടെ മുമ്പിൽ പറ്റിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ അള്ളാഹിന്റെ അടുത്തൊന്നും ഒളിപ്പിക്കാൻ പറ്റില്ല. ഇവിടെ ഈ ഭൂമിയിൽ ചിലപ്പോൾ ആ സ്വത്ത് കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമായിരിക്കും, പക്ഷെ പരലോകത്ത് അതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ്, ആ ഒരു ഉത്തരവാദിത്വം അയാളെ കൊണ്ട് ഏറ്റെടുപ്പിക്കുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്, അത്തരത്തിലുള്ള തിന്മകളിൽ പെട്ടുപോകുന്നതിന് തൊട്ട് നമ്മളെല്ലാവരെയും, നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അടുത്ത ആയത്ത്, ഫമൻ ഖാഫ മിൻ മൂസിൻ ജനഫൻ ഔ ഇസ്മൻ ഫഅസ്ലഹ ബൈനഹും ഫലാ ഇസ്മ അലൈഹി ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഇനി വസിയത്ത് ചെയ്യുന്ന ആളുടെ ഭാഗത്തു നിന്ന് തന്നെ അനീതിയോ കുറ്റമോ സംഭവിച്ചതായ ആർക്കെങ്കിലും ആശങ്ക തോന്നുകയും അവർക്കിടയിൽ, അതായത് ബന്ധപ്പെട്ട കക്ഷികൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുകയും ആണെങ്കിൽ അതിൽ തെറ്റില്ല. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. വാക്കർത്ഥം ഫമൻ, ഇനി ആരെങ്കിലും, ഖാഫ ഭയപ്പെട്ടാൽ, ഖൗഫ് ഖ വൗ ഫ, മിമ്മൂസിൻ വസിയത്ത് ചെയ്യുന്ന ഒരാളിൽ നിന്ന്, വാവ് സ്വാദ് യ, വസിയ എന്നുള്ള സെയിം റൂട്ടിൽ നിന്ന് വന്നാണ് മൂസ്, വസിയത്ത് ചെയ്യുന്ന ആളിൽ നിന്ന്, ജനഫൻ വല്ല തെറ്റും, ജീം നോൻ ഫ തെറ്റ് അല്ലെങ്കിൽ അനീതി, ജനഫന്റെ മീനിങ് നമുക്ക് കാണാം. ഔ അല്ലെങ്കിൽ ഇസ്മൻ വല്ല കുറ്റവും തിന്മയും, ഫഅസ്ലഹ എന്നിട്ട് അവൻ നന്നാക്കി, സുൽഹാക്കി, സ്വാദുലാം ഹ, ബൈനഹും അവർക്കിടയിൽ, ഫല അപ്പോൾ കുറ്റമില്ല, ഇസ്മ അലൈഹിം, ഇസ്മ അലൈഹിം അവന്, അവന്റെ മേൽ, അല്ലെങ്കിൽ അവന് തിന്മയില്ല. ഫല ഇസ്മ അലേഹിയാണ്, അവന്റെ മേൽ തിന്മയില്ല. കാരണം ഇസ്മാണ് ഇവിടെ കുറ്റം, ഫല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇല്ല എന്നാണ്. ഫല ഇസ്മ അലേഹി അവന്റെ മേൽ അപ്പോൾ കുറ്റമില്ല. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു ഗഫൂറുൻ ഏറെ പൊറുക്കുന്നവൻ, റഹീമുൻ കരുണാനിധി. തഫ്സീർ നോക്കാം. സപ്പോസ് ഇതുപോലെ മരിക്കാൻ പോണ ആള് ഒരു അന്യായപരമായിട്ടുള്ള ഒരു വില്ല് ഉണ്ടാക്കിന്ന് വെച്ചോ. അയാൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചാഞ്ഞിട്ട് എന്റെ എല്ലാ പ്രോപ്പർട്ടിയും എന്റെ മോന് പോണം, കാരണം വേറെ ആർക്കും കൊടുക്കാവുന്ന കാര്യത്തിൽ എനിക്ക് വലിയ താല്പര്യമില്ല അല്ലെ, എന്റെ സഹോദരങ്ങൾക്ക് കൊടുക്കാനും സഹോദരങ്ങളെ മക്കൾക്ക് കൊടുക്കാനും ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം അവകാശം ഓരോ സാഹചര്യത്തിലും അവകാശമുള്ള കുറെ ആളുകൾ ഉണ്ടാവും അല്ലെ, അവർക്കൊന്നും കൊടുക്കണ്ട, എനിക്ക് എന്റെ മോന് മാത്രം കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആർക്ക് കൊടുത്താലും എന്റെ മോന് കൊടുക്കണ്ട, അവൻ ഭയങ്കര തോന്നിയ പോലെ ജീവിച്ചതാണ്, ഞാൻ പറഞ്ഞത് അവനൊന്നും കേട്ടിട്ടില്ല, അതുകൊണ്ട് എല്ലാവർക്കും കൊടുത്തു, പക്ഷെ അവന് കൊടുക്കണ്ട, പകരം അവനുള്ള സ്വത്ത് മുഴുവനും ഈ നാട്ടിലുള്ള എന്തെങ്കിലും ഒരു സ്കൂളിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങ് ദാനം ചെയ്യുന്നു
അല്ലെ? അപ്പം മോനൊന്നും കിട്ടൂല, അത് അനീതിയാണ്. അപ്പം അതുപോലെയുള്ള കാര്യങ്ങളും ആളുകൾ ചെയ്തു വെക്കാറുണ്ട് അല്ലെ? വില്ലില് അൺഫെയർ ആയിട്ടുള്ള അനീതിപൂർവമായിട്ടുള്ള വില്ലുകള് വസിയത്തുകൾ ചെയ്തു വെക്കാറുണ്ട്. അപ്പം ആ ഒരു കേസിൽ സുബ്ഹാനല്ലാഹ് ആദ്യം നമ്മൾ കണ്ടത് വില്ല് വസിയത്ത് ഫെയർ ആയിരുന്നു, നീതിപൂർവമായിരുന്നു. പക്ഷെ കേട്ട ആളുകൾ ചേഞ്ച് ചെയ്ത കാര്യത്തിൽ അല്ലെ, ചേഞ്ച് ചെയ്ത കാര്യമാണ് നമ്മൾ ആദ്യം കണ്ടത്. ഇപ്പൊ നമ്മൾ കാണുന്നത് പറഞ്ഞ ആള് തന്നെ അനീതിപൂർവം, നീതി ഇല്ലാതെ ഒരു വില്ല് വസിയത്ത് കൊടുക്കാന്ന് വെച്ചാൽ, മരിക്കാൻ പോണ ആൾ തന്നെ നീതിപൂർവം അല്ലാത്ത ഒരു വസിയത്ത് കൊടുക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? സുബ്ഹാനല്ലാഹ്. ഇപ്പം ഈ പറഞ്ഞ പോലെ എന്റെ മോനൊന്നും കൊടുക്കണ്ട, എല്ലാം ഒരു സ്കൂളിന് അങ്ങ് കൊടുത്തേക്ക് അല്ലെ, അത് അനീതിയാണ്. അങ്ങനെയുള്ള കേസിൽ എന്താ പറയുന്നത്? ഫമൻ ഖാഫ, ആര് ഭയപ്പെടുന്നുവോ, മിൻ മൂസിൻ, മൂസിൽ നിന്ന്, മൂസ് എന്ന് പറഞ്ഞാല് വാവ്സ്വാദിയ, വസീയത്ത് ഉണ്ടാക്കുന്ന ആൾ, വസീയത്ത് എഴുതുന്ന അല്ലെങ്കിൽ വസീയത്ത് പറയുന്ന ആളാണ് മൂസ്. മുഅ്മിൻ എന്ന് പറഞ്ഞാല് ഈമാനുള്ള ആൾ അല്ലെ, മൂസിൻ എന്ന് പറഞ്ഞാല് വസീയത്ത് ചെയ്യുന്ന ആൾ. ഓക്കെ, അപ്പം വസീയത്ത് ചെയ്യുന്ന ആളിൽ നിന്ന് ആരെങ്കിലും ഭയപ്പെട്ടാൽ, എന്ത് ഭയപ്പെട്ടാൽ? ജനഫൻ ഔ ഇസ്മൻ, ജനഫൻ ജീം നൂൻ ഫ. ജനഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്കുള്ള ചായ്വ്, അതായത് ഹനഫ, ഹനഫന്റെ ഓപ്പോസിറ്റ് ആണ് ജനഫ. ഹനീഫ് എന്താണ്? സുബ്ഹാനല്ലാഹ്, തെറ്റിൽ നിന്ന് ശരിയിലേക്ക് ചാഞ്ഞിട്ട് ശരിയിൽ ഉറച്ചു നിൽക്കലാണ് എന്താ ഹനീഫ്. ജനഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ്, ശരിയിൽ നിന്ന് തെറ്റിലേക്ക് ചായ. ഓക്കെ, ശരിയിൽ നിന്ന് തെറ്റിലേക്ക് പോണതിനാണ് ജനഫ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പക്ഷപാതപൂർണമായിട്ട് നിലകൊള്ളുക, അല്ലെങ്കിൽ നീതിയുക്തമല്ലാതെ അൺഫെയർ ആയിട്ട് ഇൻജസ്റ്റിസ് കാണിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചായുന്നതിനാണ് ജനഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇയാള് മരിക്കുമ്പോ അവിടെ നിൽക്കുന്ന ആളുകള് മനസ്സിലാക്കാണ്, ഓക്കെ ഓക്കെ, ഇയാള് തന്ന ഈ ഒരു വില്ല്, ഈ ഒരു വസിയത്ത് നീതിയുക്തമല്ല, ഇത് മക്കൾക്ക് ശരിക്കും കിട്ടുന്ന അവകാശം ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഇയാൾ സംസാരിച്ചിട്ടുള്ളത്, എന്റെ മോന് കൊടുക്കണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരാൾക്ക് കൂടുതൽ കൊടുക്കണം എന്നാണ് പറയുന്നത്, അത് നീതിയുക്തമല്ല. അപ്പം എന്താണ് അവിടെ എന്താണ് ജനഫ സംഭവിക്കുന്നത് അല്ലെ? അയാൾ ഒരു സൈഡിലേക്ക് ചാഞ്ഞുകൊണ്ട് പക്ഷപാതപൂർണമായിട്ട് ഇതാക്കാണ്. ഔ ഇസ്മൻ, അല്ലെങ്കിൽ ഒരാള് എന്താണ് ഒരു തിന്മ ചെയ്യാണ് ആ കാര്യത്തില്. ഓക്കെ, കാരണം ഇയാളിപ്പം ഓൾറെഡി ഷെയർ ഉള്ള ഒരാൾക്ക് എക്സ്ട്രാ കൊടുക്കാൻ വേണ്ടി പറയാന്ന് വെച്ചോ, അറിഞ്ഞുകൊണ്ട്. അപ്പം ഇതാണ് ജനഫും ഇസ്മും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ജനഫ് ഒരു പക്ഷേ അയാൾക്ക് ആരോടെങ്കിലും ഉള്ള ഒരു ഇഷ്ടത്തിന്റെ പേരിൽ, അറിവില്ലായ്മ കൊണ്ട് ഒരു ചായ്വ് എക്സ്ട്രാ തോന്നിയതിന്റെ പേരിൽ കൊടുക്കുന്നതാവാം. ഇസ്മ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ചെയ്യുന്ന തെറ്റാണ്. ഓക്കെ, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ജനഫ് കൊണ്ടോ ഇസ്മ കൊണ്ടോ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അയാള് ഏതെങ്കിലും രീതിയിൽ അനീതി പ്രവർത്തിച്ചു എന്ന് ഈ വില്ല് വസിയത്ത് കേൾക്കുന്ന ആളുകൾക്ക് തോന്നിക്കഴിഞ്ഞാല് അവരെന്താ ചെയ്യേണ്ടത്? അസ്ലഹ ബൈനഹും, അവരെന്ത് ചെയ്യണം? അതിനിടക്ക് രഞ്ജിപ്പ് ഉണ്ടാക്കണം അല്ലെ, സുൽഹ ഉണ്ടാക്കണം. ആരുടെ ഇടയില്? ഈ അവകാശികളുടെ ഇടയിലും വസിയത്ത് എഴുതിയ ആളുടെ ഇടയിലും. ഓക്കെ, വസിയത്ത് എഴുതിയ ആളുടെയും അവകാശികളുടെയും ഇടയിൽ സുൽഹ ഉണ്ടാക്കണം. ഇത് കേട്ട് നിൽക്കുന്ന ആളുകള് അവര് വസിയത്തിനെ കറക്റ്റ് ചെയ്യണം. അവകാശികൾക്ക് വസിയത്ത് അല്ലെങ്കിൽ സ്വത്ത് കിട്ടുന്ന രീതിയിൽ, ആരുടെയും അവകാശം നഷ്ടപ്പെട്ടു പോവാത്ത രീതിയിൽ ആ വസിയത്തിനെ നീതിയുക്തമാക്കാൻ വേണ്ടിയിട്ട് അവർ ആ വസിയത്തിനെ കറക്റ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ? കാരണം ഇയാൾ ഓൾറെഡി വിൽ പറഞ്ഞു പോയല്ലോ അല്ലെ, വസിയത്ത് പറഞ്ഞു പോയി. കേട്ട ആൾക്ക് തോന്നുകയാണ് ഇത് അനീതിയാണ്, പലരുടെയും അവകാശങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു കേസാണ്, നീതിയില്ലാത്ത ഒരു കാര്യമാണ്, കേട്ട ആൾക്ക് അത് മാറ്റാം. അസ്ലഹ ബൈനഹും അല്ലെ, സുൽഹാക്കണം. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തെറ്റുണ്ടോ? ഫലാ ഇസ്മ അലൈഹി, അതില് അവന്റെ മേല് തെറ്റില്ല. ഇന്നല്ലാഹു ഗഫൂറുർ റഹീം, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂറും റഹീമുമാണ്. സുബ്ഹാനല്ലാഹ്. ഓ, ഇവിടെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വസിയത്ത് എഴുതി. ഓക്കെ, അയാളെ നിയമപരമായിട്ട് അവകാശമില്ലാത്ത ഒരു ആളാണ്. ഓക്കെ, അനന്തരാവകാശം ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ മരിക്കുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാള് വസിയത്ത് പറയാന്ന് വെച്ചോ. പക്ഷെ ഈ കിട്ടേണ്ട ആളുണ്ടല്ലോ, ഈ പറഞ്ഞ ആൾ മരിക്കുന്നതിന് മുമ്പേ മരിച്ചുപോയി എന്നൊക്കെ, അപ്പം വസിയത്ത് തിരുത്തണം അല്ലെ, കാരണം ഇയാൾ അവിടെ ഇല്ലല്ലോ. ഇനി അതല്ല, അയാളുടെ അവകാശികൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അതിനെ തിരുത്താം. ഇനി അയാൾക്ക് കൊടുക്കാനുള്ള വേറെ സാഹചര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ആ വസിയത്ത് തിരുത്തണം. അപ്പം അതുപോലെ പല സാഹചര്യങ്ങളും വസിയത്ത് തിരുത്തപ്പെടേണ്ട, അനീതി ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ വസിയത്ത് ശരിക്കും ടെക്നിക്കലി വസിയത്ത് തിരുത്താൻ പാടില്ല.
മാത്രമല്ല ഒരാള് പറഞ്ഞ വസിയത്ത് കേട്ട് നിൽക്കുന്ന ആള് അതിനെ തിരുത്തി കഴിഞ്ഞാൽ അയാൾ തെറ്റുള്ളവനാണെന്ന് തന്നെ മുമ്പുള്ള ആയത്തിൽ പറഞ്ഞു. പക്ഷേ ഒരു കേസ് ഉണ്ട് വസിയത്ത് തിരുത്താൻ പറ്റുന്ന. ആ കേസ് എന്താണ്? ഈ പറഞ്ഞ ആള്, വസിയത്ത് പറഞ്ഞ ആള് അനീതിപൂർവമായിട്ടുള്ള, പക്ഷപാതപൂർവമായിട്ടുള്ള ഒരു വസിയത്താണ് കൊടുത്തത്. ആൻഡ് അത് കാരണം പലരുടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത അവകാശങ്ങൾ നിഷേധിക്കപ്പെടും എന്നുണ്ടെങ്കിൽ ആ വസിയത്തിനെ ചേഞ്ച് ചെയ്യാം, ബദല ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്രകാരം ചേഞ്ച് ചെയ്യുന്ന ആളുടെ മേല് യാതൊരു തെറ്റുമില്ല. അയാള് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് തെറ്റില്ല എന്ന് മാത്രമല്ല, അള്ളാഹു ഗഫൂറുർ റഹീം. അതായത് ഇൻ കേസ് അയാൾക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിപ്പോയാൽ കേട്ടോ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഗഫൂറും റഹീമും ആണ്. അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു, വസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പ്രോപ്പർട്ടി മാത്രമല്ല അല്ലെ, മറ്റുള്ള കാര്യങ്ങളിലും കൂടെ വസിയത്തുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരു വാപ്പക്ക് വലിയൊരു ബിസിനസ് ഉണ്ട്. ആ വാപ്പക്ക് ഒരു മോനെ ഭയങ്കര ഇഷ്ടം. അപ്പൊ വാപ്പ പറയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാല് എന്റെ ബിസിനസ് എല്ലാം ഇവൻ ടേക്ക് ഓവർ ചെയ്യണം. ഓക്കെ, ഈ മോൻ ടേക്ക് ഓവർ ചെയ്യണം. പക്ഷെ കേട്ട് നിൽക്കുന്നവർക്ക് അറിയാം, ഈ മോന്റെ കയ്യിൽ എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വാപ്പന്റെ ബിസിനസ്സിൽ ഒരാൾക്കും തൊടാൻ പോലും കിട്ടൂല. ഭയങ്കര പ്രശ്നം. ഇവൻ അത്രയും സെൽഫിഷാണ്. ഒരു പക്ഷെ വാപ്പക്ക് സ്നേഹം കൊണ്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പം കേട്ടു നിൽക്കുന്ന ആൾക്ക് അങ്ങനെ അത് തെറ്റാന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ വസിയത്തിനെ മാറ്റാം, തിരുത്താം എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. പക്ഷേ ഈ പല സാഹചര്യങ്ങളിലും ഇങ്ങനെയുള്ള നിയമങ്ങൾ ഉപയോഗിച്ച് ആളുകൾ അത് തിരുത്താം എന്നുള്ള ആ ഒരു നിയമം ഉപയോഗിച്ച് അനീതിപൂർവ്വം തിരുത്താറുണ്ട് അല്ലെ. അങ്ങനെ ചെയ്യാം എന്ന് ഉപയോഗിച്ചിട്ട്, പക്ഷെ അതും എന്താണ്, അവരും അള്ളാഹു സുബ്ഹാനഹു വ തആലയും തമ്മിലാണ്. കാരണം ചെയ്യുന്നത് അള്ളാഹു നോക്കുന്നത് ഹൃദയങ്ങളിലേക്കാണ് അല്ലെ. ഇന്നല്ലാഹ സമീഉൻ അലീം എന്ന് മുമ്പേ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ തിരുത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. സുബ്ഹാനല്ലാഹ്. അത് നീതിക്ക് വേണ്ടി ആയിരിക്കണം. ഇപ്പം വസിയത്തിന്റെ കാര്യത്തിൽ ഇപ്പം ഒരു വല്യുപ്പ മരിക്കുമ്പോൾ പറയാണ്, എന്റെ പേരക്കുട്ടി ഇന്ന ആള്, അതായത് അയാളുടെ തന്നെ വേറൊരു പേരക്കുട്ടി, ഒരു മോനും മോന്റെ മോളും അല്ലെങ്കിൽ മോളുടെ മോനും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ എന്റെ പെങ്ങളുടെ മോൻ അവളെ കല്യാണം കഴിക്കണം എന്നൊരു വസിയത്ത് പറഞ്ഞിട്ട് പോവാണ്. ഓക്കെ, മരിക്കുന്നതിന് മുമ്പ് വല്യുപ്പ മരിച്ചു, ഈ പെൺകുട്ടി ഈ കസിനെ കല്യാണം കഴിക്കണം. പക്ഷെ അവള് വലുതായപ്പോൾ എനിക്ക് ശരിയാവില്ല കേട്ടോ, എനിക്ക് അവനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല. ചിലപ്പോൾ വലുതായപ്പോൾ വളരെ മോശപ്പെട്ട എന്തെങ്കിലും ശീലങ്ങളിലൊക്കെ ചെന്ന് പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ബേസിക്കലി അവർക്ക് മെന്റലി ഓക്കെ ആവാത്ത സിറ്റുവേഷൻ ആയിരിക്കാം ആ പയ്യൻ. അപ്പൊ ആളുകൾ പറയും, ഇല്ലല്ല ഇത് വല്യപ്പന്റെ വസിയത്താണ്, നീ ചെയ്തേ മതിയാവൂ. സുബ്ഹാനല്ലാഹ്. വേറെ രക്ഷയൊന്നുമില്ല, നീ അവനെ തന്നെ കല്യാണം കഴിക്കണം എന്ന് പറയണോ? വേണ്ട, പാടില്ല. കാരണം അവളുടെ അവകാശമാണ് അവള് ആരെ കല്യാണം കഴിക്കണം എന്നുള്ളത്. അവൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഒരു അവകാശത്തിൽ പെട്ടതാണ് ചൂസ് ചെയ്യാനുള്ള, നോം യെസും പറയാനുള്ള ഒരു അവകാശം അവളെ കല്യാണം കഴിക്കുന്ന കാര്യത്തിൽ അല്ലെ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഗ്രാൻഡ് ഫാദർ വല്യപ്പ മരിക്കുമ്പോൾ അങ്ങനെ ഒരു വസിയത്ത് പറഞ്ഞെന്ന് പറഞ്ഞതിന്റെ പേരിൽ അവളുടെ അവകാശത്തെ നമ്മൾ നിഷേധിക്കാൻ പാടില്ല. അത് ഇവിടെ ജനഫോ അല്ലെങ്കിൽ ഇസ്മോ ഉള്ള ഒരു വില്ലാക്കി കണക്കാക്കിയിട്ട് അതിനെ തിരുത്താവുന്നതാണ്. അതുപോലെ ഏത് സാഹചര്യങ്ങളിലും ആരെങ്കിലും ഒരു വസിയത്ത് പറഞ്ഞു പോയിട്ട് ആരുടെയെങ്കിലും അത് അവകാശങ്ങളെ നിഷേധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അനീതിപൂർവമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തിരുത്താവുന്നതാണ്. ചിലര് പറയും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ബോഡി കുഴിച്ചിടണ്ട, കത്തിച്ചു കളയണം. സുബ്ഹാനല്ലാഹ്. പറയുന്നവർക്ക് പറയാം അല്ലെ. പക്ഷെ നമുക്കറിയാം, മുസ്ലിം എന്ന നിലയിൽ നമുക്ക് നമ്മുടെ മയ്യത്ത് സുബ്ഹാനല്ലാഹ് കുഴിച്ചിടല, മറവ് ചെയ്യലാണ് നമുക്ക് ചെയ്യാനുള്ളത് അല്ലെ. അത് നമ്മളുടെ മേലുള്ള ഉത്തരവാദിത്തമാണ്. അപ്പൊ ഇയാൾ ഈ വസിയത്ത് പറഞ്ഞെന്നുള്ളത് കൊണ്ട് അയാളുടെ ബോഡി കത്തിക്കണോ? വേണ്ട. കാരണം ഇതൊരു തെറ്റാണ്. ഇസ്ലാമിൽ ഏറ്റവും വലിയൊരു തിന്മയാണത്. അപ്പൊ ആ തിന്മ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ഒരാൾ വിദേശത്ത് എവിടെയെങ്കിലും സെറ്റിൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ പറയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ബോഡി നാട്ടിലേക്ക് അയക്കണം. അയാൾ കുറച്ച് സ്വത്ത് ബാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ആ ബാക്കി വെച്ച സ്വത്ത് മുഴുവൻ വേണ്ടി വരും ചിലപ്പോൾ പല രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് ഇത് മയ്യത്ത് അയക്കണമെങ്കിൽ സുബ്ഹാനല്ലാഹ് ലക്ഷങ്ങളുടെ ചെലവാണ് അല്ലെ. അപ്പം അയാൾ ബാക്കി വെച്ച സ്വത്ത് മുഴുവനും ഒരുപക്ഷെ അതിനകത്ത് നഷ്ടപ്പെട്ടേ പോയേക്കാം. അപ്പം ആ ഒരു അവകാശികൾ തീരുമാനിക്കുകയാണ്, ഈ പൈസ മുഴുവനും ഇതിനു വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും ബാക്കി ഉണ്ടാവില്ല അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആലയുടേതാണ് ഈ ഭൂമി മുഴുവനും. അതുകൊണ്ട് അയാൾ ആ നാട്ടിൽ തന്നെ മറവ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഇസ്ലാമിക രീതി പ്രകാരം. അതിനകത്ത് തെറ്റൊന്നുമില്ല. ചില സാഹചര്യങ്ങളിൽ ഇപ്പം വാപ്പമാര് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് കല്യാണം കഴിക്കുമ്പോൾ മാഷാഅല്ലാഹ് ഒരുപാട് കൊടുക്കും അല്ലെ. കുറെ സാധനങ്ങളൊക്കെ കുറെ സ്വർണവും ചിലപ്പോൾ ഒരു സ്ഥലവും ഒക്കെ കൊടുക്കും. എന്നിട്ട് പറയാണ്, മരിക്കുമ്പോൾ നിനക്ക് തരാനുള്ളതൊക്കെ ഞാൻ കല്യാണത്തിന് തന്നിട്ടുണ്ട്, മരിച്ച ഞാൻ എനിക്കൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്. അയാൾ വസിയത്തിൽ അത് പറയാണ്. ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുന്നത് ഗിഫ്റ്റാണ്, അത് ഡിഫറെന്റ് ആണ്. മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഷെയർ ചെയ്യണം.
ഓക്കെ. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വസിയത്തായിട്ട് പറഞ്ഞു വെച്ചാലും ആരുടെയെങ്കിലും അവകാശങ്ങളെ നിഷേധിക്കുന്ന രീതിയിലുള്ള ഒരു തെറ്റോ തിന്മയോ അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് വസിയത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്ക് അത് കറക്റ്റ് ചെയ്യാം. അയാളുടെ മേല് തെറ്റുകളൊന്നും ഇല്ല. എത്രയാണ് ഓരോരുത്തരുടെയും ഷെയർ, മക്കളുടെ, ഭർത്താവിന്റെ, ഭാര്യന്റെ, സഹോദരന്റെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തുൻ നിസായില് ആയത്തുകൾ വരുമ്പോൾ പഠിക്കാം. ഓക്കെ. ആ ഡീറ്റെയിൽസിലേക്കൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് സൂറത്തുൻ നിസായില് ആയത്തുകൾ വരുമ്പോൾ പഠിക്കാം. ഇനി ചിലര് സുബ്ഹാനല്ലാഹ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വത്തുകൾ മൊത്തം ഡിവൈഡ് ചെയ്യുന്ന ആളുകളും ഉണ്ട് അല്ലെ. അവരുടെ അവകാശികൾക്കിടയിൽ ഇത്ര ഇന്ന മോൾക്ക് ഇത്ര ഇന്ന മോന് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് അയാൾ മരിച്ചു. സുബ്ഹാനല്ലാഹ് മരിച്ചതിന് ശേഷം അത് ഡിസ്ട്രിബ്യൂട്ടും ചെയ്തു എന്ന് വെക്കാം. മക്കൾക്ക് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും കിട്ടിയെന്ന് വെക്കാം. പക്ഷേ ഈ ചെയ്ത ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് അല്ല. ഓക്കെ. ആർക്കാണോ സ്വത്ത് കിട്ടിയത്, പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും, അവർക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് അവർക്ക് മനസ്സിലായി ഇതൊരു കറക്റ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ അല്ല, അല്ലെങ്കിൽ ശരി ആ നിയമപ്രകാരമുള്ള ഡിസ്ട്രിബ്യൂഷൻ അല്ല. മക്കൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവര് പറഞ്ഞു വെച്ചത്, വാപ്പയോ ആരാണെന്ന് വെച്ചാൽ പറഞ്ഞു വെച്ചത്. പക്ഷെ പിന്നീട് ദീൻ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരാണെങ്കിലും മനസ്സിലാക്കുകയാണ് ഇതൊരു അൺഫെയർ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു, ശരിയായിരുന്നില്ല. അവരത് പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ ആ സ്വത്തിനെ കണക്കാക്കിയിട്ട് ഫെയർ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ എനിക്ക് കിട്ടിയത് തിരിച്ചു കൊടുക്കണമെങ്കിൽ കൊടുക്കുക തന്നെ വേണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിക്കും ഈ പിതാവിനെ രക്ഷിക്കുന്ന കാര്യം. പക്ഷെ ഇവിടെയും സുബ്ഹാനല്ലാഹ് ഇന്നലെ നമ്മൾ ഡിസ്കഷനിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് അല്ലെ. ഇപ്പൊ സ്വത്തിന്റെ കാര്യത്തിലാണെങ്കിൽ എന്ത് കാര്യത്തിലാണെങ്കിലും നിയമം ഉണ്ടെങ്കിലും ഏത് നിയമത്തിനും ഒരു പുറത്തു കൊടുക്കലുണ്ട് അല്ലെ. അത് ഓക്കെയാണ്, വിട്ടുകൊടുക്കലുണ്ട്. മരണത്തിന്റെ അതായത് ഖിസാസ് പറഞ്ഞപ്പോ പോലും നമ്മൾ പറഞ്ഞു അല്ലെ, കൊന്നതിന് പകരം കൊല്ലലാണ് ചെയ്യേണ്ടത്. പക്ഷേ പുറത്തു കൊടുക്കലാണെങ്കിൽ അതുണ്ട്. അതുപോലെ മക്കളുടെ ഇടയിൽ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് ഈക്വൽ ആയിരിക്കണം. ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുന്ന ഗിഫ്റ്റ് ഈക്വൽ ആയിരിക്കണം. അത് തന്നെയാണ് നിയമം. അതിന് ഹദീസുകളുണ്ട്. പക്ഷെ അവിടെ പോലും വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഒരു കുട്ടിക്ക് ദാരിദ്ര്യം അധികമുള്ളതിന്റെ പേരിൽ വാപ്പ എക്സ്ട്രാ കൊടുക്കുമ്പോൾ മറ്റൊരു മോനോ മോളോ ഓക്കെയാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. എന്നാലും അവിടെ എന്താണ്, നീതിപൂർവം ആയിരിക്കലാണ് ഏറ്റവും ബെസ്റ്റ്. അതേപോലെ ഇവിടെയും വാപ്പ സ്വത്തൊക്കെ വിട്ടേച്ച് പോയിട്ടുണ്ട്. പിന്നീട് മക്കൾക്ക് മനസ്സിലാവാണ് ഇല്ല ഇത് ഫെയർ ആയിരുന്നില്ല, കൊടുത്തത് അനീതിപൂർവമാണ് വാപ്പ നമുക്ക് തന്നത്, എനിക്ക് കുറച്ച് അധികം കിട്ടിയിട്ടുണ്ട്. അപ്പം എന്താണ്, അതെപ്പോഴാണെങ്കിലും മനസ്സിലാകുമ്പം അത് വിട്ടേച്ച് കൊടുക്കല്. ഇനി അതല്ലെങ്കിൽ അതിന്റെ പേരിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാക്കിയിട്ട് അതിനെ സുൽഹാക്കല് ആ വാപ്പക്ക് ഫേവർ ചെയ്തിട്ടാണ്. കാരണം നമ്മൾ പഠിച്ചൂലേ, ഒരാള് ഒരു ജീവിതകാലം മുഴുവനും സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്തിട്ട് മരിക്കുമ്പം അയാൾ അൺഫെയർ ആയിട്ടുള്ള അനീതിപൂർവമായിട്ടുള്ള ഒരു വസിയത്ത് ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ എല്ലാ അമലുകളും ബാത്തിലാവുന്ന രീതിയിൽ അയാളുടെ അവസാനത്തെ കർമ്മം മോശമായിട്ട് അയാൾ നരകത്തിൽ പ്രവേശിക്കാനും തിരിച്ചും സാധ്യതയുണ്ട്. അപ്പം വാപ്പനെ ഉമ്മേനെ രക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടെങ്കിലും നമ്മൾ പിന്നീട് അത് പറഞ്ഞ് മനസ്സിലായി കഴിഞ്ഞാൽ അത് വിട്ടച്ചു കൊടുക്കുകയോ അതിന്റെ പേരിൽ സുൽഹാക്കുകയോ ചെയ്യല് നിർബന്ധമാണ്. സുബ്ഹാനല്ലാഹ്. ഭയങ്കര തീവ്രതയുള്ള ആയത്തുകളാണ്. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ തന്നെ സ്വത്തല്ലേ, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല, എനിക്ക് വലിയ സ്വത്തൊന്നും ഇല്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മളെ എല്ലാവരെയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിക്കാത്തതായിട്ട് പോയിട്ടില്ല എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരെയും ഒന്നെങ്കിൽ കിട്ടുന്ന ഭാഗമായിട്ടാണെങ്കിലും കൊടുക്കുന്ന ഭാഗമായിട്ടാണെങ്കിലും ചെയ്തു വെക്കേണ്ട കാര്യങ്ങളായിട്ടാണെങ്കിലും ഒരുപാട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമുക്ക് തന്ന റിസ്ക് അല്ലെ, റിസ്ക് കൊണ്ട് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതിന്റെ പേരിൽ നാളെ അവിടെ പിടിച്ചു വെച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ ഏത് രീതിയിൽ വിനിയോഗിക്കണം എന്നും കൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ. അപ്പം അതിനനുസരിച്ച് അതിനെ നമ്മളെ കഴിവിന്റെ പരമാവധി നീതിപൂർവ്വം തെറ്റുകൾ വരാത്ത രീതിയിൽ അതിനെ ഉപയോഗിക്കാനും അതിന് ചെയ്യേണ്ട ക്രയവിക്രയങ്ങൾ ചെയ്യാനും അതിനുള്ള ഹിദായത്തും തൗഫീഖും റബ്ബ് നമുക്ക് എല്ലാവർക്കും, നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കും നമ്മുടെ സഹോദരങ്ങൾക്കും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കട്ടെ. അതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നമ്മളെ പിടിച്ചു വെക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അമലുകളൊക്കെ ബാത്തിലായി പോകുന്ന ഒരു സാഹചര്യത്തെ തൊട്ട് ശരിക്കും നിസാരമാണ്. നമുക്ക് ചില സമയത്ത് തോന്നും അത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഇത് ചെയ്യായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു കഴിഞ്ഞാലും സുബ്ഹാനല്ലാഹ് നമ്മൾ ഇത്രയും കാലം ചെയ്ത അമൽ ഇല്ലാണ്ടാവുന്ന രീതിയിൽ നമുക്കൊന്നും വേണ്ട. അള്ളാഹു
പുറത്തു മാപ്പാക്കി തരട്ടെ. ആരെങ്കിലും അറിവില്ലായ്മയുടെ പേരിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ കുടുംബങ്ങളിലോ എക്സ്റ്റെൻഡഡ് ഫാമിലീസിലോ ചെയ്യുന്നുണ്ടെങ്കിൽ, സ്നേഹത്തോടു കൂടി വിളിച്ചിരുത്തി സ്വകാര്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൽ നമ്മളെ ഡ്യൂട്ടിയിൽ പെട്ടതാണ്. അവരെടുക്കുന്നോ എടുക്കുന്നില്ലേ എന്നുള്ളത് അള്ളാഹും അവരും തമ്മിലുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റുപാടും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം. നമ്മളും അത്തരം കാര്യങ്ങൾ, ഇവിടെ എന്തെങ്കിലും തിരുത്തലോ ചെയ്യലോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം. അത് എങ്ങനെ ചെയ്യണമെന്ന് ചിലപ്പോഴും കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചില സാഹചര്യങ്ങൾ കാരണം ഇതിപ്പോ ഞാൻ എന്താ ചെയ്യുക എന്നറിയാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. ഇൽമ തേടുക, റബ്ബിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുക, റബ്ബെ എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത്, നീ കാണിച്ചതാ എന്താ ചെയ്യേണ്ടത്, നീ പറയുന്നതിനനുസരിച്ച് ചെയ്താൽ മതി, എനിക്ക് ഇതിന്റെ പേരിൽ എനിക്ക് സ്വർഗം നഷ്ടപ്പെടുത്തിക്കൂടാ, അതുകൊണ്ട് എനിക്ക് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള ഹിദായത്ത് നീ കാണിച്ചതാ. അത് അറിവിന്റെ രീതിയിലാണെങ്കിലും ഇനി അത് പ്രവർത്തനത്തിന്റെ രീതിയിലാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ആത്മാർത്ഥമായിട്ട് നമ്മൾ റബ്ബിന്റെ അടുത്ത് തേടിക്കഴിഞ്ഞാൽ റബ്ബ് അത്തരം കാര്യങ്ങളിലെല്ലാം നമുക്കൊരു ക്ലാരിറ്റി തരുക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അടുത്തൊന്ന് സ്വീകരിക്കട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.